ഭഗവതിം ദ്വന്ദ്വാതീതം ഗഗനസദൃശം തത്വമസ്യാതിലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവധീ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ. കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയ. ധ്യായേത് നിത്യം ഗണേശം പരമസുഖയുധം ധ്യാനസംസ്ഥം ത്രിനേത്രം ഏകം ദേവം ത്വനേകം പരമസുഖയുധം ദേവദേവം പ്രപന്നം ചുണ്ടോദണ്ഡാദ്യ ഖണ്ഡ ഉദ്ഘടിതമതജലല്ലോലമത്താലിമാലാം ശ്രീമന്തം വിഘ്നരാജം സകലസുഖകരം ശ്രീഗണേശം നമാമി. യോന്തപ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖില ശക്തിധരസ്വധാംനാ അന്യാംശ്ച ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. ഹരേ നാരായണ 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 ഹരേ നാരായണ. ഇന്നലെ നമ്മൾ ഭഗവാൻ അവതരിച്ചിട്ട് നമ്മൾ നിർത്തിയതിന് ശേഷം ഭഗവാൻ എന്തെല്ലാം ലീലകളാടി എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. ഈ ഭഗവാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താണെന്നുള്ളതൊക്കെ ഇന്നലെ സാമൂഹ്യമൊക്കെ പറയേണ്ടതായി. അപ്പോൾ ആ ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മക്ക് ശ്രീകൃഷ്ണനായി അവതരിച്ചുകൊണ്ട് നമ്മളുടെ ഉള്ളിലൊക്കെ ഭക്തി വർദ്ധിപ്പിക്കാനായിട്ട് കുറേ ബാലലീലകൾ ആടുകളുണ്ടായി. എന്താ ഈ ബാലലീലകളൊക്കെ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇന്ദ്രിയ സുഖമുള്ളവരാണ് നമ്മളൊക്കെ. അതായത് ഞാൻ പറയേണ്ടത് പഞ്ചഭൂതങ്ങളിൽ നിന്ന് കിട്ടുന്ന ആ ഇന്ദ്രിയ സുഖങ്ങളൊക്കെ നമ്മൾ സ്വീകരിച്ചും കൊണ്ട് ആ ഇന്ദ്രിയങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് പരക്കം പാടുന്ന ആൾക്കാരാണ് നമ്മളൊക്കെ. ഇപ്പോൾ ആ ആഗ്രഹങ്ങളെ ഇല്ലാതെ ആക്കണം എന്നതാണ് ആദ്യത്തെ ആ ഒരു ഭഗവാനെ നമുക്ക് പ്രാപിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ആദ്യം നമ്മളുടെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാകണം. ഇനി ഇവിടെ നിന്നുള്ള ഓരോരോ കഥകളിലൂടെയും ഭഗവാൻ നമുക്ക് കാണിച്ചു തരുന്നത് പൂതനാമോക്ഷം ശകടാസുരവധം എന്ന് പറഞ്ഞിട്ടുള്ള കഥകളിലൂടെ അതുമായി ഭഗവാൻ പോയിട്ട് കന്നുകാലികളെ വെച്ച് നടന്നിട്ടുള്ള കാര്യങ്ങളിലും വൃന്ദാവനത്തിൽ പോയിട്ടുള്ള യാത്രകളൊക്കെ വളരെ പ്രധാനപ്പെട്ടിട്ടുള്ളതാണ്. ഭഗവാൻ ജനിച്ച് അത് കാരാഗ്രഹത്തിൽ ജനിച്ച് ആ ഭഗവാൻ ദേവകിയിലെയും വസുദേവന്റെയും സ്തുതികളൊക്കെ കേട്ടതിന് ശേഷം ഭഗവാൻ തൻ്റെ ആ ബാലരൂപം സ്വീകരിച്ചും കൊണ്ട് അവിടെ കടന്ന കഥകളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതിനുശേഷം അശ്രീതി കേട്ട് വസുദേവൻ അവിടുന്ന് നന്ദഗോപന്റെ ഗൃഹത്തിൽ കൊണ്ടുപോയിട്ട് ഭഗവാനെ അവിടെ കിടത്തി അവിടുന്ന് മായാഭഗവതിയെ അവിടുന്ന് എടുത്തുകൊണ്ടുവന്ന് മോഹിനിയുടെ ഗർഭത്തിൽ ജനിച്ച മായാഭഗവതി കൊണ്ടുവന്ന് കാരാഗ്രഹത്തിൽ ആ അടച്ച കഥകളൊക്കെ നമുക്കറിയാം. അതിനുശേഷം ഗുരുനാഥൻ വന്നിട്ട് ബാലലീലകളൊക്കെ ചെയ്യുന്നതിൻ്റെ മുമ്പ് നാമകരണം ചെയ്യേണ്ടത്. ഒരു ദിവസം ഗർഗമഹർഷി ഗോകുലത്തിലെത്തി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഭഗവാൻ അവിടെ ഗോകുലത്തിലാണ്, നന്ദഗോപരുടെ അടുത്താണ് ഉള്ളത്. ഗോക്കളെ പാലിക്കുന്ന ആൾക്കാരാണ് അവിടെ ഉള്ളവരൊക്കെ. ഗർഗമഹർഷി വന്ന വഴി തന്നെ പറയേണ്ടായി നാമകരണം ചെയ്യേണ്ട കാര്യം. അതിൻ്റെ മുന്നേ ഒന്ന് രണ്ട് സംഗതികൾ നടന്നു. അതാണ് ഒന്ന് ശകടാസുര വധവും തൃണാവർത്തനെ കൊണ്ടും നാമകരണം ചെയ്യുന്നതിന് മുമ്പുണ്ട് ജനിച്ചോടുണ്ട് പൂതനാമകളൊക്കെ ഉണ്ടായിട്ടുള്ളത്. യോഗമായാദേവിയുടെ ആ അശ്രീതി കേട്ടിട്ട് കംസാൻ എൻ്റെ
ആ നിന്നെ വധിക്കാനുള്ള ആൾ ജനിച്ചു കഴിഞ്ഞു, ദേവകിയുടെ 8ാമത്തെ പുത്രൻ ജനിച്ചു കഴിഞ്ഞു എന്നത് കേട്ടിട്ട് കംസനൊരു റൂളിറക്കി. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എവിടെല്ലാം കുട്ടികളുണ്ടോ ആ കുട്ടികളൊക്കെ വധിച്ചു കളയാൻ പറഞ്ഞിട്ട് അങ്ങനെ ഒരു സഭ കൂടി അതിൽ ആദ്യം തന്നെ പൂതനയെയാണ് പറഞ്ഞത്. എന്താ കേട്ടത്? ഭഗവാനിലേക്ക് ആരൊക്കെയും അടുക്കണം എന്നുണ്ടെങ്കിൽ ആദ്യത്തെ സ്റ്റെപ്പാണ് പൂതന. അതുമാതിരി തന്നെ താടക എന്ന് പറഞ്ഞിട്ട് രാമായണത്തിലും ഒരു ആദ്യം ശ്രീരാമചന്ദ്രൻ വധിക്കുന്നുണ്ട്. എന്താ ഈ താടക, എന്താ ഈ പൂതന എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ പൂത എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പവിത്രത എന്നർത്ഥം. പറഞ്ഞെങ്കിൽ ഇല്ലാണ്. അപ്പൊ പൂതനയ്ക്ക് പവിത്രത ഇല്ലാത്തവളെയാണ് പൂതന എന്ന് പറയുന്നത്. അങ്ങനെ ഈ പറഞ്ഞ പവിത്രം അവൾക്ക് പവിത്രത ഉണ്ടാവില്ല. അതിന് പിന്നിൽ വേറൊരു പൂതനയ്ക്ക് വേറൊരു ബാക്ക്ഗ്രൗണ്ടുണ്ട്. മഹാബലിയുടെ പുത്രിയാണ് രത്നമാലി എന്ന് പറഞ്ഞിട്ടുള്ള പുത്രി. ആ പുത്രിയുടെ ജന്മമാണ് പൂതന എന്ന് പറഞ്ഞിട്ട് ഭഗവാനിലേക്ക് മുക്തി ആഗ്രഹിച്ചിട്ടുള്ള ആളായിരുന്നു മഹാബലിയുടെ പുത്രിയായിരുന്നു രത്നമാലി. ഭഗവാൻ വാമന വേഷം കൊണ്ട് മഹാബലിയുടെ അടുത്ത് 3 അടി യാചിക്കാൻ വേണ്ടി എത്തിയപ്പോൾ ആ കുട്ടി വരുന്നത് കണ്ടിട്ട്, വാമനസ്വരൂപിയായിട്ടുള്ള ഭഗവാൻ വരുന്നത് കണ്ടിട്ട് മഹാബലി രത്നമാലിയെ ഏൽപ്പിച്ചു. ആ കുട്ടിയെ കൊണ്ടുവന്ന് എല്ലാ കാര്യങ്ങളും നോക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറഞ്ഞയച്ചു. അങ്ങനെ രത്നമാലി ഭഗവാൻ ആ കുട്ടിയെ കണ്ടപ്പോൾ ഒരു 18-19 വയസ്സായിട്ടുള്ള ഒരു രാജകുമാരിയായിരുന്നു ഉണ്ടായിരുന്നത്. ആ കുട്ടിയെ കണ്ടപ്പോൾ, ഭഗവാനെ കണ്ടപ്പോൾ രത്നമാലിക്ക് എന്തോ ആഗ്രഹം ഉണ്ടായി. ഒരു കുഞ്ഞ് നടന്നു വരുന്ന ഒരാഗ്രഹം, ഒരു അമ്മയുടെ ആഗ്രഹം മനസ്സുദിക്കുന്ന സമയങ്ങളാണ് 18 വയസ്സ്. അങ്ങനെ ഒരു മാതൃത്വ ഭാവം, ഈ കുട്ടി എൻ്റെ കുട്ടിയായിരുന്നു എങ്കിൽ എത്ര നന്നായിരുന്നു, ആ കുട്ടിക്ക് ഒരു മുല കൊടുക്കണം എന്നുള്ളൊരു ആഗ്രഹം ആർക്കുണ്ടായി? രത്നമാലിക്ക്. ഈ കംസന്റെ ഭാര്യയാണ് അസ്ഥി. ആ അസ്ഥിയുടെ ദാസിയായിട്ടാണ് പൂതന അവിടെ ജനിച്ചത്. ഈ പറഞ്ഞ രത്നമാലിയാണ് പൂതനയായി ജനിച്ചത്. ഇതൊക്കെ ഭഗവാൻ അവിടുന്ന് ഓരോരോ കാര്യങ്ങൾ അന്ന് ഈ രത്നമാലിയുടെ ആഗ്രഹം ഭഗവാൻ മനസ്സിൽ കണ്ട്, നിനക്ക് ഞാനൊരു സമയം തരാം, എനിക്ക് മുല തരാനായിട്ട് ഞാനൊരു സമയം തരാം എന്ന് ഭഗവാൻ ഒന്ന് വിചാരിച്ചിരുന്നത് കൊണ്ട്, അതാണ് ഭഗവാന്റെ കാരുണ്യം വേണ്ടത്. നമ്മൾ വിചാരിക്കണം അതിനൊന്നുമല്ല. നമ്മൾ എന്തെല്ലാം നമ്മുടെ മനസ്സിനെ മറച്ചു വെച്ചാലും ആ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു ചിത്രത്തിലിടുന്നത് ഭഗവാൻ വാസുദേവൻ എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കണമെന്നുള്ളത് നമുക്കറിയാം. അങ്ങനെ ആ കംസന്റെ ഭാര്യയായ അസ്ഥിയുടെ ദാസിയായിട്ട് പൂതന വന്നു. പൂതനയാണ് ആദ്യം ഈ ഭഗവാനെ വധിക്കാനായിട്ട്. അപ്പോ എന്താ പൂതന ചെയ്തത്? ആ ഭഗവാനെ എടുത്ത് തൻ്റെ മുലയിൽ അടങ്ങിയിട്ടുള്ള വിഷത്തോട് കൂടിയിട്ടുള്ള പാല് സ്തന്യം ചെയ്യിപ്പിക്കാനുള്ളത്. അത് കുടിച്ചു. എന്തുണ്ടായത്? ആ ജീവൻ തന്നെ ഭഗവാൻ രക്ഷിക്കുകയാണ് ചെയ്തത്, മുക്തി കൊടുക്കുകയാണ് ഉണ്ടായത്. ഇപ്പോ ഇവിടെ പറയുമ്പോൾ നേരത്തെ പറഞ്ഞു പൂതാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പവിത്രത ഇല്ലാത്തതാണെന്ന് പറഞ്ഞു. ഭഗവാനെ നമുക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ, ഈശ്വര സാക്ഷാത്കാരം ലഭിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മളുടെ മനസ്സ് പവിത്രമാകണം. അതാണ് ഭഗവാൻ ചെയ്യുന്നത്. ആദ്യം നമ്മളുടെ മനസ്സിന്, ഒരു ഭക്തൻ ഭഗവാനിലേക്ക് ആകർഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഭഗവാൻ ആദ്യം ചെയ്യുന്നതാണ് അവൻ്റെ പവിത്രത, അവൻ്റെ മനസ്സിൻ്റെ പവിത്രതയാക്കുകയാണ് ചെയ്യുന്നത്. അതാണ് പൂതനാമോക്ഷം എന്ന് പറഞ്ഞിട്ടുള്ള കഥ. അതായത് നമ്മളൊക്കെ ഇന്ദ്രിയങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി പരക്കം പായുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളുടെയൊക്കെ ഓർമ്മയുടെ ഞാൻ പറയണ്ടായി, എല്ലാ കാര്യങ്ങളും സൂക്ഷിച്ചുള്ള ബുദ്ധിയിലാണ്. ആ ഓർമ്മയുടെ വാസനയാകുന്ന ഇത് കുറച്ച് തത്വത്തിലാണ് പോകുന്നത്. അത് കാരണം ഇപ്പം നമ്മളിവിടെ നമുക്കൊക്കെ ആഗ്രഹം എവിടുന്നാണ് ഉണ്ടാവുന്നത്? പറയണ്ടായി, ഞാൻ
ഓർമ്മയിലൂടെ ആ ഓർമ്മ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന വാസനാധിപത്യത്തെ ബുദ്ധിയിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതിലൂടെയാണ് നമ്മുടെ മനസ്സ് ആവശ്യം വരുമ്പോൾ അതെടുക്കുന്നത്. അപ്പോൾ ഓർമ്മയുടെ ആ വാസനയാകുന്ന മുലയിൽ ആഗ്രഹങ്ങളാകുന്ന വിഷം പുരട്ടിയിട്ട് ഭഗവാനെ സമീപിച്ചാൽ ആ ഭഗവാൻ എന്ത് ചെയ്യും? ആ ആത്മജ്ഞാനമാകുന്ന ഭഗവാന്റെ ചുണ്ടിലൂടെ അവൾക്ക് അറിവ് നൽകിയിട്ട് അവരുടെ വാസനകളെയും ആഗ്രഹങ്ങളെയും ഇല്ലാതെയാക്കി മുക്തി കൊടുക്കും എന്നുള്ളതാണ് പൂതനാമോക്ഷത്തിലൂടെ പറയുന്നത്. അല്ലാണ്ട് ആ കഥയിലൂടെ നമ്മൾ കാണുന്നത് രാക്ഷസി വന്നു, ഭഗവാൻ മുല കൊടുത്തു, മരിച്ചുപോയി എന്നുള്ള ആ കഥയല്ല നമ്മൾ കാണുന്നത്. താത്വികപരമായിട്ട് ചിന്തിക്കുമ്പോൾ നമ്മുടെയൊക്കെ അടിസ്ഥാനം എല്ലാറ്റിൻ്റെയും സങ്കല്പങ്ങൾ ചെയ്യുന്നത് നമ്മുടെ മനസ്സാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ മനസ്സിൽ സങ്കല്പിക്കുന്ന ഓരോരോ കാര്യങ്ങളും നമ്മുടെ ബുദ്ധിയിലെ ഓർമ്മയുടെ രൂപത്തിൽ സൂക്ഷിച്ചു വയ്ക്കും. മനസ്സിലുണ്ടാകുന്ന ഓരോരോ വാസനകളും ആ ഓർമ്മയുടെ പര്യായങ്ങളാണ്. അങ്ങനെ മനസ്സിൽ നമുക്കൊരു ആഗ്രഹം ഉദിച്ചിട്ടുണ്ടെങ്കിൽ അതായത് നമ്മളൊരു ആഗ്രഹം സങ്കല്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഓർമ്മയുടെ ആ വാസനയാകുന്ന ആ വാസനകളെ അതാണ് പൂതനയുടെ സ്ഥലത്തിനെ പറ്റി പറയുന്നത്. എല്ലാം ഓർമ്മയുടെ വാസനയാണ്. അതിൻ്റെ ഉള്ളിൽ എന്താണ്? നമ്മുടെ ഓർമ്മയ്ക്കുള്ളിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ആഗ്രഹങ്ങളെ പുരട്ടുകയാണ്. ആഗ്രഹം എന്ന് പറഞ്ഞാൽ വിഷമാണ്. ആ ആഗ്രഹങ്ങൾ ഉള്ളിടത്തോളം കാലം ഭഗവാനെ പ്രാപിക്കാൻ നമുക്ക് സാധിക്കില്ല. പൂതനാമോക്ഷത്തെ വലിയൊരു തത്വമാണ്. അതുകൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോ ഓർമ്മയുടെ വാസനയാകുന്ന മുലയില് ആഗ്രഹമാകുന്ന ആ വിഷം പുരട്ടിയിട്ട് എന്താണ്ടായത്? പൂതന പോയിട്ട് ഭഗവാന്റെ അടുത്തേക്ക് ചെന്നു. ഭഗവാൻ എന്താ ചെയ്തത്? ഭഗവാൻ അവൾ ആ സ്തന്യം കുടിച്ചതിന് ശേഷം ആത്മജ്ഞാനം പകർന്നു കൊടുക്കുകയാണ്. ഭഗവാന്റെ ചുണ്ടാണ് ആത്മജ്ഞാനം എന്ന് പറയുന്നത്. ആ ആത്മജ്ഞാനമാകുന്ന ആ ചുണ്ടിലൂടെ അറിവ് എവിടുന്ന പകർന്നു കൊടുക്കുന്നത്? ചുണ്ടുകൂടല്ലേ അറിവ് പകർന്നു കൊടുക്കുന്നത്. ആ അറിവ് നൽകി അവളുടെ വാസനകളെയും, അതായത് ആ ആഗ്രഹങ്ങളെയും ആ വിഷത്തിനെയും ആ പാലുകളും എല്ലാം അവളുടെ ആഗ്രഹങ്ങളും എല്ലാം വലിച്ചു കുടിച്ച് ഭഗവാൻ അവളെ മുക്തി കൊടുത്തു എന്നുള്ള കഥയാണ് മോക്ഷത്തോടെ നമ്മൾ പറയുന്നത്. അതിനുശേഷം ശകടാസുരൻ വന്നു, തൃണാവർത്തനെ വധിച്ചു. ഭഗവാൻ തൻ്റെ കുഞ്ഞിക്കാലുകളെ കൊണ്ട് ശകടാസുരനെ കൊന്നു. 3 മാസം പ്രായം. ഭഗവാൻ ഒരു വയസ്സുള്ളപ്പോൾ യശോദ ഒരു ദിവസം കണ്ണനെ പടിയിൽ വെച്ച് ലാളിക്കുമ്പോൾ തൃണാവർത്തൻ എന്ന് പറയുന്ന അസുരൻ കാറ്റായിട്ട് വന്ന് 2 പേരെ എടുത്ത് കൊണ്ടുപോകാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ ഭഗവാൻ എന്ത് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ യശോദമ്മയുടെ പടിയിൽ കടന്നിട്ട് കനം വെച്ചു എന്നാണ് പറയുന്നത്. എന്താ ഉണ്ണിക്ക് ഇത്ര കനം തോന്നുന്നത് എന്ന് വിചാരിച്ച് ആ മടിയിൽ കനം താങ്ങാതായപ്പോൾ ആ കുട്ടിയെ എടുത്ത് നിലത്ത് കിടത്തിയപ്പോൾ എന്തുണ്ടായത്? തൃണാവർത്തൻ വന്നിട്ട് ആ ഗോകുലം മുഴുക്കെ പൊടി കൊണ്ട് നിറഞ്ഞു. തൃണാവർത്തൻ ചുഴലിക്കാറ്റായി വന്ന് ഭഗവാനെ മുകളിലേക്ക് കൊണ്ടുപോയി അവനെ ഭഗവാൻ അവിടുന്ന് കഴുത്ത് ജനിച്ചു കൊന്നു എന്നൊക്കെ നമുക്ക് കഥകൾ നിങ്ങളൊക്കെ കുറേ കാലമായി സപ്താഹം കേട്ടുകൊണ്ടിരുന്നത് കഥകളിലേക്ക് പോകുന്നില്ല. നമുക്കുള്ള സമയം നമ്മളുടെ ഭക്തി വർദ്ധിക്കാൻ ഇന്നലെ പറയേണ്ടായി, പ്രഹ്ലാദസൂചിയിൽ പറയേണ്ടായി, ഭക്തി വർദ്ധിക്കാൻ ഭഗവാന്റെ സ്മരണം കീർത്തനം പറഞ്ഞിട്ടുള്ള ശ്ലോകങ്ങളൊക്കെ നമുക്കറിയാം. ആ ഭഗവാനെ സ്മരിക്കാനും ഭഗവാന്റെ ബാലലീലകളെ പറ്റിയിട്ട് കുറച്ച് മനസ്സിലാക്കിയ മനസ്സിൻ്റെ ഉള്ളിൽ ഭക്തിഭാവം വളർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. അല്ലാതെ ഈ കഥകളിലൂടെ ശ്രീശുഖ ബ്രഹ്മർഷി പറഞ്ഞിട്ടുണ്ട്, കഥകളിലൂടെ പോയിട്ടൊന്നും പരീക്ഷത്തേക്ക് യാതൊരു കാര്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ യശോദ ഭഗവാനെ കോരിയെടുത്തു. പുത്രവാത്സല്യത്തോടെ യശോദ മുല കൊടുക്കാൻ പോയപ്പോൾ ഭഗവാൻ ഉറക്കം നടിക്കണ മാതിരി കൂട്ടുവായ കെട്ടു എന്നാണ് പറയണത്. അപ്പോൾ ഭഗവാൻ യശോദ ആ കുട്ടിയുടെ വായയിൽ 14 ലോകങ്ങൾ കണ്ട കഥകളൊക്കെ ഇതെല്ലാം ഉണ്ട്. ആ കഥകളൊക്കെ നമുക്കറിയാം. അത് മാത്രം പോരാ, ആ കഥകളുടെയൊക്കെ ഓരോ ശ്ലോകങ്ങളിലൂടെ എങ്ങനെയാണ് ശ്രീശുഖ ബ്രഹ്മർഷി പരീക്ഷത്തിന് പറഞ്ഞു കൊടുത്തത്, വ്യാസൻ എങ്ങനെയാണ് രചിച്ചത് എന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഗർഗ മഹർഷി ഗോകുലത്തിലെത്തി, സ്വീകരിച്ചിരുത്തി. നന്ദൻ പറഞ്ഞു 2 പേരെ നാമകരണം ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഗർഗ മഹർഷിക്ക് അറിയാം ഇത് ഭഗവാനാണെന്ന് അറിയാം, മഹാവിഷ്ണുവാണെന്ന് ഭഗവാൻ അറിയാം. എങ്ങനെ നാമകരണം ചെയ്യും, ഭഗവാൻ എങ്ങനെ നാമകരണം ചെയ്യുക എന്നുള്ളത് അറിയാം മഹർഷിക്ക്.
അപ്പോൾ ഒരു പേരിട്ടു. എന്താണ്? ആദ്യ പേരുടെ ഏട്ടനെയാണ് പേരിട്ട, രാമൻ എന്ന് പേരിട്ടു. എന്താ രാമൻ എന്ന് പറഞ്ഞ അർത്ഥം? എല്ലാവരെയും രമിപ്പിക്കുന്ന സ്വഭാവമുള്ളവനാണ് രാമൻ. രാമനാണ് ഇപ്പോൾ എല്ലാവരും ചിരിച്ച് കളിപ്പിക്കുകയൊക്കെ ചെയ്യുക. ഭഗവാൻ രാമനാണ്. അപ്പോ വളരെ എല്ലാവരെയും രമിപ്പിക്കുന്നത് കൊണ്ട് രാമനെന്നും, വളരെ ബലനായതുകൊണ്ട് ബലഭദ്രൻ എന്നും പേരിട്ടു എന്നാണ് പറയുന്നത്. യദുക്കൾ തമ്മിൽ വഴക്ക് കൂടുമ്പോൾ അവരെ ഒരുമിച്ച് ചേർത്തിയ കാരണം കൊണ്ട്, അവരെ ഒരുമിച്ച് ചേർത്തി ഒരു തീരുമാനമെടുക്കുന്നത് ബലരാമസ്വാമി ആയത് കാരണം കൊണ്ട് സംഘർഷണൻ എന്നൊരു പേരും ഇട്ടു. അപ്പോ ബലൻ എന്ന് പറഞ്ഞാൽ ബലമുള്ളവനെന്നും, രാമൻ എന്ന് പറഞ്ഞാൽ രമിപ്പിക്കുന്നവനെന്നും, സംഘർഷണൻ എന്ന് പറഞ്ഞാൽ ഊട്ടിയോജിപ്പിക്കുന്നവൻ എന്നുള്ള അർത്ഥത്തിലാണ് ആ ഗർഗമഹർഷിക ആ ഭഗവാന് പേരിട്ടത്. അങ്ങനെ രണ്ടാമത്തെ കുട്ടി കൃഷ്ണവർണ്ണമായതുകൊണ്ട്, കൃഷ്ണന്റെ വർണ്ണം എന്താ, കൃഷ്ണന്റെ നിറം എന്താ ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പറയും കാണേണ്ട നിറം നീല നിറമാണെന്ന് പറയും. എന്നാ പിന്നെ എന്തിനാ കൃഷ്ണനെ കാർവർണ്ണം എന്ന് വിളിക്കുന്നത്? കാർവർണ്ണം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കറുപ്പ് നിറം. നീലുള്ള ആളെ വിളിച്ചിട്ട് കറുപ്പെന്ന് വിളിക്കാൻ പറ്റുമോ? അപ്പോ കൃഷ്ണന്റെ വർണ്ണം കറുപ്പല്ല, നീലിയല്ല, കാർവർണ്ണൻ എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. കാർമേഘത്തിന്റെ വർണ്ണം എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ കാണുന്ന വിഗ്രഹത്തിന്റെ മുകളിലൊക്കെ നീല പെയിന്റ് അടിച്ചിട്ടുള്ള കൃഷ്ണനെയാണ് കാണുന്നത്. അപ്പോ കൃഷ്ണന്റെ നിറം കാർവർണ്ണൻ. അത് കാരണം കൊണ്ട് ഗർഗ മഹർഷിയെ കുട്ടിക്ക് കൃഷ്ണൻ എന്ന് പേരിട്ടു. എന്താ കൃഷ്ണൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആകർഷിക്കുന്നവനാണ്, എല്ലാവരെയും ആകർഷിക്കാൻ. കൃഷ്ണ പറഞ്ഞ തന്നിലേക്ക് അടുപ്പിക്കാൻ കഴിവുള്ളതാണ് കൃഷ്ണൻ. അതാണ് കൃഷ്ണന്റെ പേര് കൃഷ്ണൻ എന്ന് പേരിട്ടത്. പിന്നെ വേറൊരു പേരിട്ടു, വാസുദേവൻ എന്നൊരു പേരിട്ടു. എന്താ വാസുദേവൻ എന്ന് പറഞ്ഞ അർത്ഥം? നോക്കൂ, നമ്മുടെ ഭാഗവതത്തിൽ ചെല്ലുമ്പോൾ ഇങ്ങനെ ഓരോരോ അർത്ഥങ്ങൾ ഓരോന്നിനുണ്ട്. ഭഗവാന്റെ പേരിനൊക്കെ നമ്മൾ പറയാറുണ്ട് അച്യുതം, കേശവം, രാമനാരായണം, കൃഷ്ണദാമോദരം, വാസുദേവം. അച്യുതാഷ്ടകം എന്തർത്ഥം ഒക്കെ ഭഗവാന്റെ പേരുകളാണ്. ഭഗവാന്റെ പേരിന് അർത്ഥങ്ങളുണ്ട് അതിനൊക്കെ. അപ്പോ വാസുദേവൻ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താ അർത്ഥം വെച്ചിട്ടുണ്ടെങ്കിൽ വസന്തി എത്ര ഭൂതാനി വസതി അത്രേതി വയ്യത തതസ്സ വാസുദേവേതി വിദ്വഗ്നി പരിഗീയതേ. ആ ശ്ലോകം അതാണ് വാസുദേവന്റെ അർത്ഥം. അതായത് വസന്തി എത്ര ഭൂതാനി വസതി അത്രേതി വയ്യത. എന്താ? യാതൊരുവനില് സകല ഭൂതങ്ങളും വസിക്കുന്നുവോ. ഭഗവാന്റെ ബ്രഹ്മത്തിന്റെ തത്വമാണ് പറയണത്. അത് തന്നെയാണ് പറയണത്. ഉള്ളതൊന്നും ഉള്ളതല്ല, ഉള്ളതിന് നാശമില്ല, നാശമുള്ളത് ഉള്ളതല്ല, ഉള്ളതുള്ളിൽ ഉള്ളതത്രേ എന്ന് പറഞ്ഞ ആ ബ്രഹ്മത്തിന്റെ ആ ഐക്യം. അപ്പോ യാതൊരുവനിൽ, അതാണ് വസന്തി പറഞ്ഞ താമസിക്കുക, വസിക്കുക. യാതൊരുവനിൽ സകല ഭൂതങ്ങളും വസിക്കുന്നുവോ. അതാണ് എത്ര ഭൂതാനി. ഭൂതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അർത്ഥം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ പ്രപഞ്ചങ്ങളും, എത്ര പ്രപഞ്ചങ്ങളുണ്ടോ അതെല്ലാം വസിക്കുന്നുവോ. അതുമാതിരി വസതി അത്രേതി വയ്യത, യാതൊരുവനിൽ സകല ഭൂതങ്ങളും വസിക്കുന്നുവോ. അർത്ഥം രണ്ടാണത്. യാതൊരുവനിൽ സർവഭൂതങ്ങളും വസിക്കുന്നുവോ, അതുപോലെ തന്നെ യാതൊരുവനിൽ സകല ഭൂതങ്ങളും വസിക്കുന്നുവോ. അർത്ഥം രണ്ടിന്റെ വ്യത്യാസമുണ്ട് അതിൻ്റെ മുകളിൽ. അതിനെന്താ പറയാ? തദസ വാസുദേവ ഇതി. അങ്ങനെയുള്ളവനെ വാസുദേവൻ എന്ന് വിദ്വാൻമാര് പരിഗീയതേ പറയപ്പെടുന്നു. വാസുദേവന്റെ അർത്ഥം അതാണ്. യാതൊരുവനിൽ സർവഭൂതങ്ങളും വസിക്കുന്നുവോ, യാതൊരുവൻ സർവഭൂതങ്ങളിലും വസിക്കുന്നുവോ അവൻ വാസുദേവൻ എന്ന് വിദ്വാൻമാർ പറയപ്പെടുന്നു. പിന്നെ ഭഗവാന് വേറൊരു പേരുണ്ട് അച്യുതൻ എന്ന് പറഞ്ഞിട്ട്. എന്താണ്? ചുതിയില്ലാത്തവൻ എന്നാണ്. ആ ചുതൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചുതിയില്ലാത്തവൻ. എന്താ ചുതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീഴ്ചയില്ലാത്തവൻ എന്നർത്ഥം. ചുതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീഴ്ചയില്ലാത്തവൻ. അതുമാതിരി ഭഗവാൻ ഒരു പേരിട്ടു, കേശവൻ എന്ന് പറഞ്ഞൊരു പേരിട്ടു. എന്താ കേശവൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം പറയും കേശിയെ വധിച്ചവൻ കേശവൻ അല്ല. ഭഗവാന്റെ പേര്
അംശവേ യ പ്രകാശന്തേ മമത്തെ കേശസജ്ഞിത സർവജ്ഞ കേശവം തസ്മാത് മ ആഹുർ മുനിസത്തമാ. അതാണ് കേശവന്റെ അർത്ഥം. കേശിയെ വധിച്ചുകൊണ്ട് ഭഗവാൻ കേശവൻ എന്നുള്ള പേര് കിട്ടുന്നതല്ല. എന്താ? അംശവേയ പ്രകാശന്തേ. ഭഗവാന്റെ മുടി എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ കേശം, ഭഗവാന്റെ മുടി അതിങ്ങനെ പ്രഭ ചൊരിഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. സൂര്യന്റെ കിരണങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഭഗവാന്റെ അതേമാതിരി പ്രഭ ചൊരിയുന്നതാണ് ഭഗവാന്റെ കൃഷ്ണന്റെ മുടികൾ എന്നാണ് പറയുന്നത്. അങ്ങനെ ആ ഭഗവാനിൽ നിന്ന് പുറപ്പെടുന്ന കാന്തിയെ, അതാണ് സൂര്യന്റെ രശ്മിയാണ് ഈ പറയുന്ന ഭഗവാന്റെ കേശം. അതുകൊണ്ട് ഈ അധികം തേജോമയനായിട്ടുള്ള ഏറ്റവും സൂര്യനെ പോലെ തേജസ്വിയായി, സൂര്യനെക്കാട്ടിലും തേജസ്വിയായി ഇരിക്കുന്ന ഭഗവാന്റെ, അതാണ് എന്താ പറഞ്ഞത്, സർവജ്ഞ കേശവം തസ്മാ. അങ്ങനെയുള്ള സർവജ്ഞനായിരിക്കുന്ന ആ കേശവനാണ് മ ആഹുർ മുനിസത്തമ, മുനിമാര് കേശവൻ എന്ന് വിളിക്കുന്നത് എന്ന് പറയണം. അതുമാതിരി ഭഗവാന് വേറൊരു പേരിട്ടു, മുകുന്ദൻ എന്നൊരു പേരിട്ടു. എന്താ മുകുന്ദൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുക്തിയെ കൊടുക്കുന്നവൻ, മോക്ഷത്തെ കൊടുക്കുന്നവൻ, ആനന്ദത്തെ കൊടുക്കുന്നവൻ എന്നൊക്കെ വേണമെങ്കിൽ മുകുന്ദനെ വേണ്ടിയിട്ട് പറയാം. പത്മനാഭൻ ഒരു പേര് ഭഗവാനുണ്ട്. എന്താണ്? താമര നാഭിയില് വെച്ചവൻ, ധരിച്ചവൻ പത്മനാഭൻ. ദാമോദരൻ കയറില് കെട്ടിയിട്ടുള്ള ആ കുട്ടിയായിരുന്നു ദാമോദരൻ. ഇതെല്ലാം പേര് ഭഗവാനിട്ടുണ്ട്. അങ്ങനെ ആര് പറഞ്ഞു? നാമകരണം ആര് ചെയ്തു? അതിനുശേഷം ശ്രീശുദ്ധ ബ്രഹ്മർഷി പറയാണ്, പരീക്ഷിത് മഹാരാജാവെ, ഞാൻ അങ്ങേക്ക് കുറച്ച് ബാലലീലകളൊക്കെ കുറച്ച് പറഞ്ഞു തരാം എന്ന് പറഞ്ഞിട്ടുള്ള അധ്യായത്തിലേക്കാണ് കടക്കുന്നത്. അതായത് കുട്ടികൾ രണ്ടുപേരും മുട്ടുകുത്തിയിട്ട് വലിച്ചും കൊണ്ട് സഞ്ചരിക്കുമ്പോൾ അവരുടെ കയ്യിലും കാലിലും ആ അണിഞ്ഞിട്ടുള്ള ആ തളകളും വടകളൊക്കെ കിലുങ്ങി ശബ്ദമുണ്ടാക്കുമ്പോൾ ആ ഗോപസ്ത്രീകൾക്ക് ഉണ്ടാകുന്ന സന്തോഷം പറയാൻ വയ്യ പരീക്ഷത്തെ എന്നുള്ളതാണ് അത് ശ്രീശുദ്ധ ബ്രഹ്മർഷി പറയുന്നത്. അങ്ങനെ ആ രോഹിണിയും യശോദയും ആ രണ്ടുപേരെയും മടിയിലിരുത്തി മുല കൊടുക്കുമ്പോൾ അവരെ ആർത്തിയോടെ കുടിച്ച് മതിയാകുമ്പോൾ ആ കണ്ണൻ ആ അമ്മയുടെ മുല ചെറുതായി കടിച്ച് അമ്മയുടെ മുഖത്ത് നോക്കിയിട്ട് ആ കുഞ്ഞിപ്പല്ല് കാണിച്ച് ചിരിക്കുമ്പോൾ ആ അമ്മമാരുടെ ആനന്ദം എങ്ങനെ വർണ്ണിക്കാനാവും പരീക്ഷത്തെ എന്ന് പറഞ്ഞു. നോക്കൂ, ഏത് അമ്മയാണെന്നുണ്ടെങ്കിലും ചെറിയ കുട്ടികൾക്ക് മുല കൊടുക്കുമ്പോൾ അവർ ആനന്ദിക്കുന്നൊരാനന്ദമുണ്ട്. അത് പ്രത്യേകിച്ചും യശോദയും രോഹിണിയും വളരെയധികം അനുഭവിച്ചിട്ടുള്ളതാണ്. അങ്ങനെ ഇവർ ആനന്ദത്തോടു കൂടി ഇരിക്കുമ്പോൾ മറ്റുള്ള ഗോപസ്ത്രീകളൊക്കെ വന്ന് ചുറ്റും കൂടിയിട്ട് നിൽക്കും, ഇത് കാണാൻ വേണ്ടിയിട്ട് നടന്നത്. അതുപോലെ തന്നെ നല്ല നല്ല ശ്ലോകങ്ങൾ ശ്രീകൃഷ്ണ കർണാമൃതത്തിൽ പറയുന്നുണ്ട്. ഭഗവാന്റെ ആദ്യത്തെ പറയാം. നമ്മൾ എന്തിനാണ് ഭാഗവതം കേൾക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഭഗവാന്റെ മഹിമകളെ പറ്റി വർണ്ണിക്കാനും ഭഗവാന്റെ മഹിമകളെ കേട്ട് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ആ ഒരു വികാരം, ആ സാത്വിക വികാരം, ഒരു അനുഭവ സ്വരൂപേണയുള്ള വികാരം നമ്മുടെ ഉള്ളിൽ വളർത്തിയെടുക്കാനാണ് കേട്ടോ നമ്മൾ ഈ കഥകളും പറയുന്നത്, കഥകൾ കേൾക്കേണ്ടത്. അതായത് കുട്ടികളെ ഈ ഗോപസ്ത്രീകളെ കാണാൻ വേണ്ടി വരുമ്പോൾ ആ ഗോപസ്ത്രീകളെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവര് ആ പശുക്കുട്ടികളുടെ വാലിൽ തൂങ്ങിയിട്ടൊക്കെ നടക്കും ഭഗവാൻ രണ്ടുപേരും. ചാണകത്തിലൊക്കെ മുഴുകി ആ പശുക്കുട്ടികളെ വലിച്ചു കൊണ്ടുപോകുന്നതൊക്കെ അത് എല്ലാവരും ചിരിച്ചുകൊണ്ടിരിക്കും എന്നതാണ്. അതാണ് ഭഗവാന്റെ ലീലകളൊക്കെ അങ്ങനെയാണ്. അങ്ങനെ കുട്ടികൾ ഓരോ ദിവസം തോറും മുതിർന്നു കൊണ്ട് വരുമ്പോൾ അവര് നല്ല കളികൾ കളിക്കുമായിരുന്നു. മുതിർന്ന് വരുന്തോറും കുട്ടികളെ കളികൾ കൂടുതൽ താല്പര്യം കാണിക്കും. പശുവിൻ്റെ കൊമ്പ് പോയിട്ട് പിടിക്കും. നമ്മളിതെല്ലാം പറയുമ്പോൾ കുറച്ചു നേരം നമ്മൾ ഭഗവാന്റെ കൂടെ ഗോകുലത്തിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ആനന്ദം അത് നമുക്ക് അനുഭവിക്കാൻ നമുക്ക് പറ്റുള്ളൂ. അത് അനുഭവിക്കണം. അല്ലാണ്ട് ഈ ചെവി കൂടെ കേട്ട് കഥകളുടെ രൂപത്തിൽ കാണരുത്. എപ്പോഴും കണ്ണടച്ചിരുന്ന്
ഈ കഥകൾ പറയുമ്പോൾ നമ്മൾ ഭഗവാനെ മനസ്സിൽ കണ്ടുകൊണ്ട് വേണം. ആ പശുക്കളുടെ കൊമ്പിൽ പിടിക്കും, അവിടെ ഒരു നായ ഉണ്ടെന്നുണ്ടെങ്കിൽ നായയുടെ വാലിൽ പോയിട്ട് പിടിക്കും, സർപ്പത്തെ പോയി പിടിക്കും. കുട്ടികൾക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്ന് പേടിച്ചുകൊണ്ട് ബാക്കി കാര്യങ്ങളെല്ലാം ഉപേക്ഷിച്ച് കളഞ്ഞിട്ട് അവിടെ കൂടെ ഇരിക്കുന്ന പറയണം. അതെല്ലാം ഈ ശ്ലോകങ്ങളിൽ നന്നായി പറയുന്നുണ്ട് ഭഗവാന്റെ കളികളൊക്കെ. ഇതെല്ലാം കണ്ട് പേടിച്ച്, അതായത് യശോദാരോഹിണിഭ്യാം തം സമം ബാലസ്യ സർവദാരക്ഷാം വിദിതരേ സമ്യക് ഗോപുച്ഛ ഭ്രമണാദിപി. പശുവിന്റെ വാലുകൊണ്ട് ഒഴിയൊക്കെ ചെയ്യും. നമ്മളൊക്കെ കടുക് മുളക് ഒഴിയുക എന്ന് പറയില്ലേ, വീടുകളിലൊക്കെ പറയില്ലേ, അതേമാതിരി ഈ കുട്ടികൾക്കൊക്കെ സംഭവിക്കരുത് എന്ന് പേടിച്ചുകൊണ്ട് അച്ഛനമ്മമാര് ഇങ്ങനെ ഓരോന്ന് ഒഴിഞ്ഞിടൊക്കെ ചെയ്യുന്നവരാണ്. അപ്പോ ഇവിടെ പറയുന്നുണ്ട്, ഒരു ദിവസം കുട്ടികളൊക്കെ വന്നിട്ട് കംപ്ലൈൻറ്റ് പറയുകയാണെങ്കിൽ, കുട്ടികൾ വന്ന് കംപ്ലൈൻറ്റ് പറയാറുണ്ട്, പിന്നെ കൃഷ്ണനെ രാമനെയും പറ്റിയിട്ട് പറയാറുണ്ട്. ഒരു ദിവസം കുറച്ച് ഗോപികമാരൊക്കെ എന്താ അവിടെ പോയിട്ടുണ്ടെങ്കിൽ ചെയ്യാന്നുണ്ടെങ്കിൽ ഓരോരോ വീടുകളിൽ പോയിട്ട് വെണ്ണ കട്ടുപിടിഞ്ഞു ഭഗവാന്റെ കഥകളൊക്കെ വർണ്ണിക്കണമെന്നുണ്ടെങ്കിൽ എന്തെല്ലാം വിധങ്ങൾ ആവശ്യമുണ്ട്. ഒരു ദിവസം കംപ്ലൈൻറ്റ് പറഞ്ഞു കൊടുക്കുക. 8-ാമത്തെ അധ്യായത്തിൽ ഈ 28-ാമത്തെ ശ്ലോകം തൊട്ടിട്ട് 2-3 ശ്ലോകങ്ങളുണ്ട്. ശ്രീശുക ബ്രഹ്മർഷി ഭക്തിയുടെ പരമകാഷ്ഠയിൽ ഇരുന്നിട്ട് പറഞ്ഞ ശ്ലോകങ്ങളാണ്. ഗോപികളെ യശോദയോട് ആദ്യം പറയുമ്പോൾ അമ്മയുടെ പിന്നില് ഒളിച്ച് ആ അമ്മയുടെ സാരിന്റെ പിന്നാമ്പുറത്ത് പോയിട്ട് ആരും കാണാണ്ട് ഇടയ്ക്കിടയ്ക്ക് നോക്കിക്കൊണ്ട് ഓരോരോ ഗോഷ്ഠി കാണിച്ചുകൊണ്ട് എന്നെ പറ്റി വല്ലതും പറഞ്ഞു കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, ഞാൻ കൂടുതൽ പാലൊക്കെ ഒളിച്ച് ഞാൻ ഉടച്ചു കളയുമെന്നൊക്കെ പറഞ്ഞ് ഗോഷ്ഠി കാണിച്ച് അവിടെ നിൽക്കും. ഗോപികൾ വന്നിട്ട് കംപ്ലൈൻറ്റ് പറയുകയാണ്, എന്താ യശോദേ തൻ്റെ മകനെ കൊണ്ട് ഞങ്ങൾ തോറ്റു എന്നാണ്. അതാ പറഞ്ഞത്. എന്താ പറഞ്ഞ അസമയേ ക്രോശസംജാതഹാസ, അസമയത്താണ് എപ്പം നോക്കിയാലും വീട്ടിലേക്ക് കയറി വരുന്ന യശോദയാണ്. പിന്നെന്താ സ്ഥേയം സ്വാദ് ത്യഥ ദൈവയ കൽപ്പിതൈ സ്ഥേയയോഗൈഹി. പോട്ടെ, സമ്മതിച്ചു, അതും സമ്മതിച്ചു. എന്താ എൻ്റെ മകൻ ഒരു സമയവുമില്ല, ഉച്ചയ്ക്കും കയറി വരും, കാലത്തും കയറി വരും, രാത്രിയും കയറി വരും, ഒക്കെ കയറി വരും. അതാണ് ക്വചിത് അസമയേ എന്നാ പറഞ്ഞത്. അവന് തോന്നിയ അപ്പാട് കയറി വരും, എൻ്റെ വീട്ടിലേക്കാണ് കയറി വരും. എന്താണ്, നിന്റെ മകൻ അകാലത്തില് എൻ്റെ വീട്ടിൽ കയറി വരും. എന്നിട്ട് എന്താണ്, പശുക്കളെ അഴിച്ചു വിടുന്ന പറയുന്നത്. തോന്നിയ വഴിക്ക് പശുവിനെ കറക്കാൻ പോകുമ്പോ കുട്ടി കുടിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇനി ക്രോശ സംജാതഹാസേ, ഞാൻ ക്രോശിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ദേഷ്യപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പൊ അവൻ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു. അതാണ് ക്രോശ സംജാതഹാസേ. എന്നിട്ടോ സ്ഥേയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുടം, അതായത് ഈ കട്ടത്തൈലുള്ള ഇതുണ്ട്. സ്ഥേയം സ്വാദ് അത്യഥ ദതിപയ, കള്ളനാണ്. എന്താ, ഈ വെണ്ണ തൈരൊക്കെ സൂക്ഷിച്ചിട്ടുണ്ടായിരിക്കും, അത് സ്ഥേയം ചെയ്യും. പറയാൻ സ്ഥേയം ചെയ്യാൻ പറഞ്ഞാൽ കക്കും, ദതി എല്ലാം കട്ടുകൊണ്ടു. എന്നിട്ട് പറയാണ്, എന്തെങ്കിലും ആയിക്കോട്ടെ, എനിക്ക് യാതൊരു കുഴപ്പമില്ല, ഭക്ഷിച്ചോട്ടെ, അതൊന്നും എനിക്ക് കൽപ്പിതൈ സ്ഥേയ യോഗ, എന്താച്ചാൽ തിന്നോട്ടെ. അത് മാത്രല്ല യശോദേ, മർക്കാൻ പൂഷ്യാൻ, വെറുതെ ഇരിക്കുമ്പോഴുണ്ടോ അവൻ കുരങ്ങന്മാർക്ക് എടുത്ത്, മറക്കാൻ പറഞ്ഞ കുരങ്ങന്മാർക്ക് എടുത്തു കൊടുക്കും ഞങ്ങളുടെ അവിടെ സാധനങ്ങളൊക്കെ. അതുമാതിരി മർക്കാൻ ഭോക്ഷ്യൻ വിഭജതി സജീർണാത്തി ഭാണ്ഡം വിനന്തി ദ്രവ്യാലാഭേസ ഗൃഹകുപിതോയാത്യുപക്രോശ്യ തോകാൻ. തോകാൻ എന്ന് പറഞ്ഞ കുട്ടികള് ഇനി ഒന്നും വേണ്ട പറയാണ്, കുരങ്ങന്മാർക്ക് കൊടുത്തോട്ടെ, പക്ഷിക്ക് കൊടുത്തോട്ടെ, ഒക്കെ കൊടുത്തോട്ടെ. ഇനി തിന്ന് മതിയായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ്, നാത്തി ഭാണ്ഡം വിനന്തി, ആ കൊടാണ്ട് എറിഞ്ഞങ്ങ് ഉടയ്ക്കും. അവനെ തിന്നതിന് ശേഷം ബാക്കി ഒന്നും വെക്കില്ല, എറിഞ്ഞങ്ങ് ഉടയ്ക്കും. ഇനി ദേഷ്യപ്പെട്ടിട്ടുണ്ടെങ്കിലോ
ഉപക്രോശ്യ തോക എന്ന് പറഞ്ഞു. ആ കുട്ടികളുണ്ട്, എൻ്റെ ഉറങ്ങിക്കിടക്കുന്ന കുട്ടികളെ പോയിട്ട് നുള്ളുന്നതാണ്, നുള്ളിയിട്ട് അതിലെണീപ്പിച്ച് കരയിപ്പിക്കും. ഇതൊക്കെയാണ് എൻ്റെ മകൻ ചെയ്യണത്. ഇനിയിപ്പോ അടുത്ത കംപ്ലൈന്റ് പറയാണ്, ഹസ്താഗ്രാഹ്യേ പീഡകോലൂഖലാദ്യൈ ഛിദ്രം ഹ്യന്തർ നിഹിതവൈന ശിഖ്യപാണ്ഡേഷു തദ്വിദ് ദ്വാന്താകാരേ ധൃതമണിഗണം സ്വാംഗമർത്തപ്രദീപം കാലേ ഗോപ്യോയർത്തി ഗൃഹകൃത്യേഷു സുവ്യഗ്രചിത്ത എന്ന് പറയുകയാണ്. എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഞങ്ങള് യശോദയെ വീട്ടുവേല ചെയ്യാൻ വേണ്ടി തുടങ്ങുമ്പോൾ അവൻ വീട്ടിനുള്ളിൽ കയറുന്ന പറഞ്ഞത്. എന്നിട്ടോ ഈ ഉറിയെ കണ്ടില്ല, ആ ഉരുടടുത്ത് എത്തിയിട്ട് അതിനെ താഴെ പീഠത്തിന്റെ മുകളിൽ കയറിയിട്ടിട്ട് അതിലെന്താണ് നോക്കി ആ പാത്രത്തിന്റെ മൂടി തുറന്ന് ഒരു ഓട്ടം ഉണ്ടാക്കിയിട്ട് ആ പാലും തൈരൊക്കെ താഴ്ത്തി നിന്നിട്ട് കുടിക്കും എന്നാണ് പറഞ്ഞത്. അതായത് ദ്വാന്താകാരി ധൃതിമണിഗണം, അതെ ഇരുട്ട് പൊറിയില്ലേ, അവൻ ആ ഭഗവാന്റെ ആ തിളങ്ങുന്ന രത്നമാലകള് അഴിച്ചു വെക്കും എന്നാണ് പറഞ്ഞത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഭഗവാന്റെ കയ്യിൽ നല്ല രത്നമാലകളുണ്ട്. ഇരുട്ടിന്റെ ഉള്ളിൽ പോയിട്ടാണ് ഇതൊക്കെ വികസിപ്പിക്കുക. അവിടെ അതാണ് സ്വാംഗമർത്തപ്രദീപം കാലോ ഗോപ്യർത്തി ഗൃഹകൃത്യേഷു സുവ്യഗ്രചിത്ത. ഞങ്ങൾ ചെയ്യുമ്പോ ആ മാലകളൊക്കെ അഴിച്ചു വെക്കും, ആരും കാണാതെ അവനെല്ലാം കണ്ടെടുക്കും യശോദയെ. ഇനി അത് പോട്ടെ, ഒക്കെ സമ്മതിച്ചു. ഏവം ദാസ്യാനുഷതി ഗുരുദേ മോഹനാദീ വാസ്തൗ സ്ഥേയോപായേ വിഗജിതകൃതി സുപ്രതീകോ യഥാസ്തേ ഇത്തം സ്ത്രീഭി സഭയനയന ശ്രീമുഖാൻ ലോകിനീർഭ്യ വ്യാഖ്യാനാർത്ഥ പ്രഹസിതമുഖീ നുപാലബ്ധുമൈച്ഛത്. പറയാണ്, ഇനി വൃത്തിയായിട്ട് ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള ചാണകമൊക്കെ മെഴുകി വെച്ചിട്ടുള്ള ആ വീട്ടിൽ വെച്ചിട്ട് അവൻ മൂത്രം ഒഴിച്ചു വയ്ക്കും എന്ന് പറയും. നിന്റെ മകൻ കള്ള കുട്ടിയാണല്ലോ യശോദേ എന്ന് പറയുമ്പോ പറയും, ഞാനൊന്നല്ല കള്ളൻ എന്ന് പറയും, നീയാണ് കള്ളി. നീ എന്റെ മുതലൊക്കെ എടുത്ത് നീ എന്റേതാണ് എന്ന് പറഞ്ഞ് എന്നെ കള്ളാന്ന് വിളിക്കുകയാണോ എന്നുള്ളതാണ്. ഇല്ലേ, ഭഗവാന്റെയാണ് എല്ലാ പ്രപഞ്ചത്തിൽ കാണുന്ന എല്ലാ വസ്തുക്കളും ഭഗവാന്റെയാണ്. ആ ഭഗവാന്റെ വസ്തുക്കളെ നമ്മളെല്ലാം എടുത്തത് എന്റേതാണ് എന്ന് ചൊരുക്കുട്ടി വെച്ച് ഭഗവാനെ വിളിക്കും, കള്ളക്കണ്ണാന്ന് വിളിക്കില്ലേ. അതാണ് സ്ഥേയോവായ വിരചിതകൃതി സുപ്രതീകോയദാസ്തേ. എന്റെ എല്ലാ മുതലുകളും നീ എടുത്തിട്ട് എന്താ പറയാ, എന്റെയാണ് എന്ന് പറഞ്ഞിരിക്കുകയാണെന്ന് പറയാം. ഞാൻ ഈ വീടിന്റെ ഗൃഹനാഥനാണ് എന്ന് ഭഗവാൻ പറയും. നീ എന്റെ മുന്നിൽ എന്റെ മുതലപ്പൊക്കെടുത്തു, ഇപ്പൊ നിന്ന് പറയാണ് ഞാൻ കള്ളനാണ്. എന്നിട്ട് പറയാണ്, അവിടെ നിന്ന് ചിരിക്കും എന്നാ പറയുന്നത്. യശോദേ, ഇപ്പൊ നോക്കൂ, അവൻ തന്റെ പിന്നിൽ നിന്നിട്ട് ഞങ്ങളെ നോക്കി ഗോഷ്ഠി കാണിക്കുകയാണ്, ചിരിക്കുകയാണ്. ഞങ്ങളെ നോക്കിയിട്ട് ഒന്നും അറിയാത്ത പോലെ ചിരിക്കുന്നത് കണ്ടോ എന്നുള്ളതാണ്. അത് കാണുമ്പോ യശോദേ, ഞങ്ങൾക്ക് ചീത്ത പറയാൻ സാധിക്കില്ല. നോക്കൂ, ആ ഭഗവാന്റെ കഥകൾ, ആ കഥ പറഞ്ഞത് ഭഗവാന്റെ ചിരി അങ്ങനെയുണ്ട്. ഭഗവാനെ ചിരിച്ചു കഴിഞ്ഞാൽ ഈ ഗോപികമാരൊക്കെ ഉണ്ട്, അങ്ങോട്ട് അത് വിഴും എന്നാ പറയുന്നത്. അത് മാത്രല്ല, ഇതേപോലെ തന്നെ വെണ്ണ കക്കാൻ പോയിട്ട് വന്നിട്ടുള്ള കൃഷ്ണനെ ശ്രീകൃഷ്ണ കർണാമൃതത്തിലെ നാരായണ കൃഷ്ണാരടി അവതരിപ്പിച്ചിട്ടുണ്ട്. വളരെ നല്ലൊരു ശ്ലോകം. എന്താ, വെണ്ണ കക്കാനും വന്ന കൃഷ്ണനെ പിടിച്ച് ഗോപിയായിട്ടുള്ള സംഭാഷണമാണ്. അപ്പൊ ഈ നേരത്തെ പറഞ്ഞില്ലേ, ഗോപി ചോദിക്കുകയാണ്, കസ്ത്വം ബാല ബലാനുജ കിമിഹദേ മന്മന്ദിരാശങ്കയ യുക്തം തദ് നവനീത ഭാണ്ഡവിവരേ ഹസ്തം കിമർത്ഥം യസേ മാതാ കഞ്ചനവത്സകം മൃഗയിതും മാഗാവിഷാദം ക്ഷണാത് ഇത്യേവം വരവല്ലവീ പ്രതിവച
കൃഷ്ണസ്യ പുഷ്ണാതുന. എന്താർത്ഥം? കസ്ത്വം ബാല. ചോദിക്കുകയാണ്, കുട്ടി നീ ആരാ ചോദിക്കുകയാണ്. അതെ, ഒരു ഗോപി ചോദിക്കുകയാണ്, കുട്ടി കസ്ത്വം ബാല, നീ ആരാ? അപ്പൊ പറയാണ്, കൃഷ്ണൻ പറയും, ബലാനുജ. എന്താ? ബലഭദ്രന്റെ അനുജനാണ് ഞാൻ. നെഞ്ചു വിരിച്ച് പറയൂ ഇത്രേ, ബലഭദ്രന്റെ ഞാൻ. കുട്ടി നീ ആരാണ്? ബലാനുജ, ഞാൻ ബലഭദ്രന്റെ അനുജനാണ്. പിന്നെന്താണ്? കിമിഹതേ. പറയാണ്, എന്താ പറയണത്? ഇവിടെ എന്താ നിനക്ക് ചോദിക്കും. ആരാ? ഗോപി ചോദിച്ചു, കിമിഹതേ, എന്താ നിനക്ക് ഇവിടെ കാര്യം ചോദിച്ചപ്പോ പറയാണ്, മന്മന്ദിരാശങ്കയാ. ഭഗവാൻ പറയാണത്രേ, മന്മന്ദിരാശങ്കയാ, ഇതെന്റെ വീടാണോ എന്ന് സംശയിച്ചുകൊണ്ട് ഞാൻ കയറിപ്പോയതാണ്. നോക്കൂ എത്ര ഭംഗിയില ആ വരികള്, ഗോപിയും കൃഷ്ണനും കൂടിയിട്ടുള്ള സംഭാഷണം. കുട്ടി നീ ആരാണ്? ഞാൻ ബലരാമന്റെ അനുജനാണ്. ഇവിടെ എന്താ നിനക്ക് കാര്യം? ഞാനേ അറിയാണ്ട് എൻ്റെ വീട് ഇതാണ് വെച്ച് ഞാൻ അറിയാണ്ട് മാറിക്കേറിപ്പോയിട്ടുള്ളതാണ് കേട്ടോ എന്നുള്ളതാണ് ആര്? കൃഷ്ണൻ പറയാ. എന്നിട്ട് പറയാണ്, അതൊക്കെ പോട്ടെ ശരി. യുക്തം തത് നവനീത പാണ്ഡവിവരേ ഹസ്തം. നവനീതം പറഞ്ഞിട്ടുണ്ടെങ്കിലേ വെണ്ണ. അതൊക്കെ ശരി, നീ വന്നിട്ട് എന്തുകൊണ്ടാണ് നവനീത പാണ്ഡേ വിവരേ ഹസ്തം, എൻ്റെ കയ്യിൽ പോയിട്ട് എന്തിനാ വെണ്ണയുടെ ഉള്ളിൽ കയ്യിൽ കൊണ്ടുപോയിട്ട് ഇട്ടത്, കുടത്തിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയിട്ട് ഇട്ട് എന്നുള്ളതായി ചോദിക്കും. ആരോഗ്യം ചോദിക്കുകയാണ്. അതൊക്കെ ശരി, വെണ്ണപ്പാത്രത്തിൻ്റെ ഉള്ളിൽ എന്തിനാണ് നീ പോയി കൈയിട്ടത് ചോദിക്കുകയാണ്. അപ്പൊ പറയാണ്, എന്താണ്? മാതാ, അമ്മേ, കഞ്ചനവത്സകം മൃഗയിതും മാകാവിഷാദം ക്ഷണാത് പറയും. അതായത് എൻ്റെ ഒരു മൂരിക്കുട്ടനെ ഞാൻ കലത്തിൻ്റെ ഉള്ളിൽ തരികയാണ്. അതായത് മാതാ കഞ്ചന വത്സകം, വത്സകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പശുക്കുട്ടി, ആ പശുക്കുട്ടിയെ തരികയാണ് ഞാൻ. അതുകൊണ്ട് അമ്മ മാകാവിഷാദം ക്ഷണ, ഞാൻ ഇപ്പോൾ ഒരു മിനിറ്റ് നോക്കിയിട്ട് ഞാൻ ആയിക്കൊണ്ട് എന്നാ പറയുന്നത്. ഞാൻ അമ്മയും മൂരിക്കുട്ടനെ തരികയാണ്. അത് അമ്മ വിഷമിക്കൊന്നും വേണ്ട എന്നിട്ട് പറയാണ്, ഇത്യേവം വരവല്ലവീ പ്രതിവച കൃഷ്ണസ്യ പുഷ്ണാതുന. ഇപ്രകാരം കൃഷ്ണൻ ഗോപസ്ത്രീയോട് പറഞ്ഞ് ആ ഉടനെയുള്ള മറുപടി നമ്മെ അനുഗ്രഹിക്കട്ടെ എന്നുള്ളതാണ് ശ്രീകൃഷ്ണ ലീലാമൃതത്തില്, ശ്രീകൃഷ്ണ കർണാമൃതത്തിൽ നാരായണ പിഷാരടി പറയണത്. ഇനി ഭഗവാൻ എന്താ പാല് കുടിക്കണത് വർണ്ണിക്കുന്നുണ്ട്. എങ്ങനെയാ ഭഗവാൻ പാല് കുടിക്കണത്? പീഡേ പീഡനിഷണ്ണപാലകളേതിഷ്ടം സഗോപാലകോ യന്ത്രാന്തസ്ഥിത ദുഗ്ധഭാണ്ഡാപകൃശ്യാച്ഛാദ്യകണ്ഡാരവം വക്ത്രോപാന്തകൃതാഞ്ജലിം കൃതശിരക്കമ്പം വിപന്യപ്പയ പയാദാഗത ഗോപികാ നയനയോർ ഗഡ്ഡൂഷപുൽക്കാരകൃത്. ആ ശ്ലോകത്തില് പറയാണ്, എന്താ പറയണത്? പീഡേ പീഡ നിഷണ്ണ ബാലക, ഒരു പീഠത്തിന്റെ മീതെ ഇരിക്കുന്ന ആ ഗോപക്കുട്ടിയുടെ കഴുത്തില് സഗോപാലഗോത പറഞ്ഞത്, ഒരു പീഠത്തിന്റെ മീതെ ഇരിക്കുന്ന ഒരു ഗോപക്കുട്ടിയുടെ കഴുത്തിലിരുന്ന് യന്ത്രോന്ത സിഗ്ധ ദുഗ്ധ ഭാണ്ഡ അപകൃശ്യ, അതായത് ആ കിങ്ങിണി ശബ്ദിക്കാതെ പതുക്കെ പതുക്കെ ആരോടും മിണ്ടാതെ അടക്കി പിടിച്ചും കൊണ്ട് ആ ഉറിയിലെ പാൽപാത്രം ചിരിക്കുത്രേ ഭഗവാൻ. അങ്ങനെ ചിരിക്കും എന്നാ പറയുന്നത്. നോക്കൂ, ആ മനസ്സിൽ ആ ഭഗവാൻ ആ ഇരുട്ട് മുറിയിൽ പോയിട്ട്, ആ ഗോഡൗണിൽ പോയിട്ട്, അതിരിട്ടൊക്കെ ഗോഡൗണിൽ പോയിട്ട് ആ ശബ്ദം ഉണ്ടാക്കാണ്ട്, ചിലക്കുന്നു ശബ്ദം ഉണ്ടാക്കാണ്ട് പതുക്കെ പതുക്കെ പഴുങ്ങിയാണ് പോയിട്ട് എന്താ ചെയ്യണത്? വക്ത്രോപാന്തകൃതാഞ്ജലി, ആ വായയുടെ അടുത്ത് പോയിട്ട് കുടം ചേർത്ത് അങ്ങോട്ട് പിടിക്കും എന്നാ പറയുന്നത്. എന്നിട്ട് എന്താണ്? കൃതശിരക്കമ്പം വിപന്യപ്പയ, എന്നിട്ട് ആ ഉറിയൊന്ന് ചെരിച്ച് പിടിച്ച് പായ അങ്ങനെ പിടിച്ച് അതിൻ്റെ വെള്ളം ഒഴിച്ച് തലയിളക്കി കൊണ്ട് ആ പാല് കുടിക്കുന്ന കണ്ണനെ പായാതാഗത ഗോപിക, ആ സമയത്ത് ഒരു ഗോപിക ആ വീട്ടിൽ അവിടെ ചെല്ലുകയാണ്. അതാണ് ആ കണ്ടു ചെന്ന ഗോപസ്ത്രീയുടെ കണ്ണുകളിലേക്ക് നയനയോർ ഗഡ്ഡൂഷപുൽക്കാരവൃത്, തൻ്റെ വായിലുള്ള ആ പാല് മുഴുക്കെ
ഒറ്റ തുപ്പലാണ്ട് വെച്ചു കൊടുത്തു എന്നാ പറഞ്ഞത്. ആരുടെ? ആ സ്ത്രീയുടെ. ഭഗവാനെ കാണാൻ വേണ്ടി കണ്ടുപിടിക്കാൻ വേണ്ടി വന്നിട്ടുള്ളതാണ്. വായയില് എന്താ പറയുക, പാലൊക്കെ നിറച്ച് ഫുൽഖാരവൃത് പറഞ്ഞ ഒരു തുപ്പാണ്ട് തുപ്പി എന്നാ പറയുന്നത്. അതുമാതിരി കർണനെ പറ്റിയിട്ട്, കണ്ണനെ ആശ്രയിക്കാൻ വേണ്ടിയിട്ട് പറയാണ്. ഭഗവാന്റെ ഇതെന്താണ്? ഭഗവാൻ എപ്പോഴും, ഭഗവാന്റെ ഭാവം എങ്ങനെയാണ്? വദനേ നവനീതഗന്ധവാഹം വചനേ തസ്കര ചാതുരീതുരീണം. ആ ഭഗവാന്റെ വായയില് വെണ്ണയുടെ മണമുള്ളവനാണെന്നാ പറയുന്നത്. ഭഗവാൻ എപ്പോഴും വദനേ നവനീതഗന്ധവാഹം, നവനീതം പറഞ്ഞ വെണ്ണ. ഭഗവാന്റെ വായ എപ്പോഴും എന്താ? നെയ്യിന്റെ മണം ഉണ്ടാവുന്നത്, വെണ്ണയുടെ മണം ഉണ്ടാവുന്നത്. വചനേ, ഇനി വാക്കോ, ഭഗവാന്റെ വർത്തമാനം പറച്ചല്ലോ എങ്ങനെയാണ്? തസ്കര ചാതുരീതുരീണം എന്ന് പറഞ്ഞു. എന്താ? വാക്കില് കളവ് പറയാൻ, തസ്കര എന്ന് പറഞ്ഞെങ്കിൽ കളവ്. ആ വാക്കുകൾ പറയുമ്പോൾ കള്ളൻ പറയാൻ മിടുക്കനാണ് എന്നാ പറയുന്നത്, ഭഗവാനെ പറ്റി പറയുന്നത്. ഇനി ഭഗവാന്റെ കണ്ണോ കുഹനാശ്രുമാശ്രയേഥ എന്ന് പറഞ്ഞു. എന്താ? ആ കണ്ണില് കള്ളക്കണ്ണീര് വാർക്കണവനാണ് ഭഗവാൻ. പിന്നെന്താണ്? ചരണേ, ഭഗവാന്റെ കാലുകളോ കോമളതാണ്ഡവം കുമാരം പറയാണ്. കാലില് മനോഹരമായി, കാലുകൊണ്ട് മനോഹരമായിട്ട് നൃത്തം ചെയ്യാൻ കഴിയുന്നവനുമായിട്ടുള്ള ആ ഉണ്ണിയെ ആശ്രയിച്ചോളൂ എന്നുള്ളതാണ് പറയുന്നത്. അല്ലാണ്ട് വേറൊന്നുമില്ല. ആശ്രയം ഭഗവാൻ മാത്രമേ ഉള്ളൂ. എങ്ങനത്തെ ഭഗവാനാണ്? വദനേ നവനീതഗന്ധവാഹം വചനേ തസ്കര ചാതുരീതുരീണം നയനേ കുഹനാശ്രുമാശ്രയേത ചരണേ കോമളതാണ്ഡവം കുമാരം. എങ്ങനത്തെ ഭഗവാനാണ്? ഭാഗവതത്തിൽ പറയുന്നുണ്ട്. എന്താണ്? ശ്രീശുകൻ ഭഗവാനെ സ്തുതിക്കുമ്പോൾ പറയുന്നുണ്ട്, ഭഗവാനെ പറ്റി പറയുന്നുണ്ട്. എന്താണ്? ശ്രിയപതിർയജ്ഞപതി പ്രജാപതി ദിയാംപതി ലോകപതി ധരാപതി പാതിർഗതിശ്ച അന്തകവൃഷ്ണി സാത്വതാം പ്രസീദതാം മേ ഭഗവാൻ സദാംപതി. ഭഗവാൻ ആരാ? എല്ലാവരുടെയും പതിയാണ് ഭഗവാൻ. ശ്രിയപതിർ ആരാ? ലക്ഷ്മി ദേവിയുടെ പതിയാണ് ഭഗവാൻ. പിന്നെന്താണ്? യജ്ഞപതിയാണ്. അതുമാതിരി പ്രജാപതിയാണ്, പ്രജകളുടെ പതിയാണ്. ദിയാപതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സകലരുടെയും ബുദ്ധിയുടെയും പതിയാണ് ഭഗവാൻ. ലോകപതി, ലോകത്തിന്റെ പതിയാണ്. ധരാപതി, ധര പറഞ്ഞ ഭൂമി, ഭൂമിയുടെ പതിയാണ് ഭഗവാൻ. പിന്നെന്താണ്? പതിർഗതി ചന്തകവൃഷ്ണി സാത്വതാം പ്രസീദതാം മേ ഭഗവാൻ സദാംപതി. അതായത് വൃഷ്ണിവംശക്കാരും അന്തകവംശക്കാരുടെയൊക്കെ ആ യാദവപതിയും. പിന്നെന്താണ്? പരമഗതിയാണ് ഭഗവാൻ. വേറൊരു ഗതിയിലെ പരമാഗതിയാണ് ഭഗവാൻ. പിന്നെന്താണ്? സജ്ജനങ്ങളുടെ പതിയാണ്. അങ്ങനെ സദാംപതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സജ്ജനങ്ങളുടെ പതിയായ ഭഗവാൻ എന്നിൽ പ്രസാദിക്കണേ എന്നുള്ളതാണ്. ഇതേപോലെ തന്നെ വെണ്ണക്കണ്ണനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. എന്താ? ഭഗവാൻ എങ്ങനെയാണ് ആ വെണ്ണക്കണ്ണൻ? നമ്മൾ പറയില്ലേ വെണ്ണക്കണ്ണൻ എന്നൊക്കെ പറയില്ലേ? നോക്കൂ, ഇത് പറയുമ്പോൾ ഭഗവാന്റെ രൂപം മനസ്സിൽ കാണണം കേട്ടോ, എന്നാലെയാണ് അതിനൊക്കെ അർത്ഥമുള്ളൂ. പറയാണ്: പാണോപായസഭക്തമാഹിതരസം ബിഭ്രദ്മുദാ ദക്ഷിണേ സവ്യേ ശാരദചന്ദ്രമണ്ഡല നിപം ഹയ്യങ്കവീനം ദദത് കണ്ഠേ കൽപ്പിത പുണ്ഡരീകം നഖമഭിയുദ്ധാമദീപ്തം വഹൻ ദേവോ ദിഗംബരോ ദിശതുത സൗഖ്യം യശോദാ ശിശു. പറയാണ് ദക്ഷിണപാണോ എന്നാ പറഞ്ഞത്. അതായത് വലത് കയ്യിൽ മുത സന്തോഷത്തോട് കൂടിയിട്ട് ആഹിതരസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ സ്വാദുള്ള പായസ ഭക്തം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാൽച്ചോറ് കയ്യിൽ പിടിച്ചിട്ടുണ്ട് ഭഗവാൻ വെണ്ണക്കണ്ണൻ. പിന്നെന്താണ്? ഇടത് കയ്യില് ശരചന്ദ്രബിംബം പോലെയുള്ള, അതാണ് ശാരദ ചന്ദ്രമണ്ഡല നിപം എന്നാ പറഞ്ഞത്. ആ ഹയ്യങ്കവീതം ഇടത്തെ കയ്യിൽ, ഭഗവാന്റെ ഇടത്തെ കയ്യിൽ വെണ്ണ, പുതുവെണ്ണ ധരിച്ചിട്ടുണ്ട്. പിന്നെന്താണ്? കണ്ടേ
കൽപ്പിത പുണ്ടരീക നഖമഭി ഉദ്ധാമദീപ്തം വഹൻ. കഴുത്തില് മിന്നിത്തിളങ്ങുന്ന ഉദ്ധാമദീപ്തം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിന്നിത്തിളങ്ങണതാണ്. പിന്നെന്താണ് പുണ്ടരീക നഖം വഹൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുലിനഖ മോതിരം ഭഗവാൻ അണിഞ്ഞ മോതിരങ്ങളൊക്കെ കണ്ടിട്ട് കയ്യിൽ ഇഷ്ടമാതിരി അണിഞ്ഞിട്ടുണ്ട് ഭഗവാൻ. പിന്നെന്താണ് ദിവ്യ ദിഗംബര എന്ന് പറഞ്ഞത്. ദേവോ ദിവ്യംബരോ ദിശതു പറഞ്ഞു. എന്താ ദിവ്യ ദിഗംബരനായിട്ട് നൂൽബന്ധം പോലും ഇല്ലാതെ പട്ടുകോണകവും ഇല്ലാതെ ഉള്ള ആ ഭാവം, ആ നൂൽബന്ധമില്ലാത്ത ദിവ്യനായിട്ടുള്ള യശോദാ ശിശു ആ ഭഗവാൻ യശോദാനന്ദനൻ നമുക്ക് സൗഖ്യം തരട്ടെ എന്നുള്ളതാണ് ആ വെണ്ണക്കണ്ണനെ പറ്റിയിട്ട് ശ്രീകൃഷ്ണ കർണാമൃതത്തിലൊക്കെ പറയുന്നത്. ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഭഗവാന്റെ ആ ശ്രീകൃഷ്ണ കർണാമൃതത്തിൽ പറയുന്നുണ്ട്. അപ്പോ നമ്മൾ പറയണത് ഭഗവാൻ ഇങ്ങനെ ഗോപസ്ത്രീകളുടെ കാര്യങ്ങളൊക്കെ ഗോപസ്ത്രീകളോട് ഇങ്ങനെ വഴക്കൂടാനൊക്കെ പോവുകയൊക്കെ ചെയ്യും. ആ നവനീത ചോരൻ എന്ന നാമൊക്കെ ഭഗവാന് പേരുണ്ട്. നവനീത ചോരൻ പറഞ്ഞാൽ നവനീതം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെണ്ണക്കണ്ണൻ എന്നൊക്കെ പറയില്ലേ. പറയും എൻ്റെ യശോദ നിന്റെ മകൻ കള്ളക്കുട്ടിയാണ്, നീ പറഞ്ഞ ഞാനല്ല കള്ളൻ എന്ന് പറഞ്ഞിട്ട് എന്നോടൊക്കെ അങ്ങനെയൊക്കെ പറയുകയൊക്കെ ചെയ്യും. ഞാൻ ഈ വീട്ടിലെ ഗൃഹനാഥനാണ് പറഞ്ഞ കസേരയിൽ കയറിയിരിക്കും. ഭഗവാൻ അങ്ങനെയൊക്കെ ചെയ്യൂത്രേ. എന്നിട്ട് പറയുക ഈ മുതലൊക്കെ എൻ്റേതാണ്, നീ കളവ് പറയാണെന്നൊക്കെ പറഞ്ഞ് ചെയ്യുന്നൊക്കെ പറയാണ്. ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഇതൊക്കെ കേട്ടപ്പോൾ പരീക്ഷിത്ത് ആ നന്ദൻ്റെയും യശോദയുടെയും പൂർവ്വകഥ പറഞ്ഞു തരണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപേക്ഷിച്ചു എന്നാണ് പറഞ്ഞത്. ഭഗവാന്റെ കഥകൾ കുറേ ഉണ്ട് കേട്ടോ പറയാൻ വേണ്ടിയിട്ട്. ഒരു ദിവസം നിർത്താൻ തോന്നുന്നില്ല ഭഗവാന്റെ കഥ പറയുമ്പോഴേ. ഒരു പഴക്കാരി, ഇതൊക്കെ ഭാഗവത്തിൽ പറഞ്ഞിട്ടുണ്ട് ഈ കഥകളൊക്കെ. ഒരു പഴക്കാരി കുട്ടിയെ ആ ഒരു കൊട്ടയിൽ പഴം കൊണ്ടുപോവായിരുന്നു. ഭഗവാൻ വഴിക്ക് വെച്ചിട്ട് ചോദിച്ചു, എനിക്കൊരു പഴം തരുമോ എന്ന് ചോദിച്ചു. കാശ് വേണമെന്ന് പറഞ്ഞു. അവൾ പറഞ്ഞു. എന്ന് കാശ് വേണം പറഞ്ഞ ചെറിയ കുട്ടി, ഒരു വയസ്സായിട്ടുള്ള കൂന് പിടിച്ചപ്പോൾ സ്ത്രീയാണ്. ഒരു കൊട്ടയിൽ പഴം വിറ്റ് കൊണ്ടുപോവുകയാണ്. വേഗം അമ്മയുടെ അടുത്ത് ചെന്നു. അമ്മ അവിടെ ഇല്ല. വേഗം അരിപാത്രത്തിൽ പോയിട്ട് ഭഗവാൻ രണ്ട് കുഞ്ഞി കയ്യിൽ ഒരു പിടി ഇതെടുത്തിട്ട് പഴം വാങ്ങിക്കാൻ കൊണ്ടുപോവാണ്. ആ വരണ വഴിക്ക് ആ കയ്യിൻ്റെ ഓട്ടയക്കൂടെ മുഴുക്കെ കീഴ്പ്പെട്ട് പോയി. ഇതൊക്കെ അമ്മ അവിടെ നിന്ന് കാണുന്നുണ്ട്. ആ കുട്ടിയുടെ അടുത്ത് കൈ കൊണ്ട് സ്വീകരിച്ചും കൊണ്ട് ആ കൊട്ടയിലുണ്ടായിരുന്ന എല്ലാ പഴങ്ങളും അമ്മയിൽ സമർപ്പിക്കുകയാണ്. എന്നിട്ട് പറയാണ്, ആ സന്തോഷം കൊണ്ട് ഭഗവാൻ എന്താ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ കൊട്ടയിലെ പഴങ്ങളൊക്കെ വാങ്ങിച്ച് ഭഗവാനുള്ള മുത്തുകളും സ്വർണങ്ങളും എല്ലാം കൂടിയിട്ട് ഭഗവാൻ ആ സ്ത്രീക്ക് കൊടുത്തു എന്നുള്ള കഥകളൊക്കെ ഇതിൽ പറയുന്നുണ്ട്. ഭാഗവതത്തിൽ തന്നെ പറയുന്നുണ്ട് കാര്യങ്ങളൊക്കെ. അതുമാതിരി ഭഗവാൻ ഒരു ഗോപി തൻ്റെ മകന് പായസം നിറച്ചിങ്ങനെ അടുക്കളയിൽ ഇങ്ങനെ നിറച്ച് വെച്ചിരിക്കുകയായിരുന്നുണ്ടായിരുന്നത്. ഭഗവാൻ കൃഷ്ണൻ കട്ടെടുക്കുന്ന മേടിച്ചും കൊണ്ട് ആരോടും മിണ്ടാതെ പായസം ഉണ്ടാക്കി വെച്ചത്. ഭഗവാൻ പായസം കുടിച്ച് ആരും കാണാണ്ട് അവളില്ലാത്ത സമയത്ത് നോക്കി അവൻ മകൻ കിടന്നുറങ്ങണ സമയം നോക്കിയിട്ട് ഉള്ളിൽ ചെന്ന് പായസമൊക്കെ കുടിച്ച് അതിൽ ചാണകവെള്ളം കലക്കി വെച്ചു എന്നാണ് പറയുന്നത്. എന്നിട്ട് പോരണ വഴിക്ക് ആ ഉറങ്ങണ മകനെ പോയിട്ട് ഒരു ചവിട്ടും കൊടുത്തു. ആകാനായിട്ട് കരയാൻ തുടങ്ങി. ഇത് കണ്ടുകൊണ്ട് അവൾ ഓടിക്കൊണ്ട് വന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അവൻ്റെ കുട്ടിയുടെ കരച്ചിൽ നിർത്താൻ വേണ്ടിയിട്ട് ആ മകൻ
മകന് ഉടനെ തന്നെ എന്തുണ്ടായി, ആ ചാണകവെള്ളം കലക്കി കൊടുത്തത് കൊണ്ട് ചിരിച്ചും കൊണ്ട് നിന്നു എന്നാ പറഞ്ഞു. പായസം വെച്ചിട്ട് കരച്ചിൽ നിർത്താൻ വേണ്ടി കൊടുത്താത്ര ഭഗവാൻ അത് ദൂരെ നിന്നിട്ട് ചിരിക്കുക, അത് ചാണകവെള്ളമാണ് ആ കുട്ടി കൊടുക്കണത്. ഇങ്ങനെയൊക്കെ ഓരോ എന്തെല്ലാം ഭഗവാൻ ആ കഥകൾ ആടിയിട്ടുണ്ടെന്ന് അറിയോ. അതാണ് ഉറിയിൽ തൂങ്ങിയിട്ട് കണ്ണൻ ഒരു ദിവസം ഇങ്ങനെ അമ്മ കുളിക്കാൻ പോയ സമയത്ത് ആരും കാണാണ്ട് അവിടെ ഇരിക്കുകയായിരുന്നു. ആ എന്താ പറയുക, റൂമിൽ അവരൊക്കെ പണ്ടത്തെ ആറാന്നൊക്കെ പറയും, ചാറിൻ്റെ മുകളിലൊക്കെ കയറിയിട്ടാണ് അവർ വയ്ക്കുക. അപ്പോൾ ഒരു ഗോപസ്ത്രീ കുളിക്കാൻ പോയ തക്കത്തിൽ ഇങ്ങനെ അവിടെ ഉള്ളിൽ കയറിയിട്ട് ഈ പറഞ്ഞ വെണ്ണയും തൈരും ഒക്കെ കലക്കി കുടിക്കുകയൊക്കെ ചെയ്യും. ഒരു ദിവസം അങ്ങനെ കേട്ടപ്പോൾ ഭഗവാനും ഉണ്ടായി ഇത്രയും അതിനുണ്ടെങ്കിൽ യശോദയ്ക്ക് ആഗ്രഹം ഉണ്ട്, എന്താ ഈ പറയുന്നത് വല്ല കാര്യമുണ്ടോ എന്നുള്ളതായി തപ്പി പിടിക്കാനായിട്ട്. അപ്പോൾ യശോദ കുളിക്കാൻ പോയ തക്കത്തിൽ നോക്കിയപ്പോൾ ആ ഭഗവാൻ അവിടെ ഉമ്മറത്ത് പോയി ഇരിക്കുകയായിരുന്നു, അവിടെ കളിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. ഏട്ടൻ അവിടെ രാമൻ എപ്പോൾ നോക്കിയാലും ഓരോ വിക്രസ് ഒപ്പിച്ചുകൊണ്ടിരിക്കും, എന്തെങ്കിലും വല്ല കളിപ്പാട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ കളിച്ചുകൊണ്ടിരിക്കുകയെന്ന് ഉണ്ടായിരുന്നു. അപ്പം മെല്ലെ പതുക്കെ ആരോടും മിണ്ടാതെ കയറി വരണ വഴിക്ക് എല്ലാവരെയും മറ്റുള്ള കുട്ടികളെയൊക്കെ കാണിച്ച് പിന്നെ അപ്പുറത്തേക്ക് വന്നോളാൻ പറഞ്ഞു. അവരുടെ ഇതിൻ്റെ മുകളിൽ ജനലിൻ്റെ അവിടെ നിർത്തുന്നോളാൻ പറഞ്ഞു. സുധാമാവും കൂട്ടിനും പിന്നെ അപ്പുറത്ത് വന്നു എന്നാണ് പറഞ്ഞത്. ഉള്ളിലേക്ക് കയറുമ്പോൾ ഏട്ടാ എനിക്ക് വിശക്കുന്നുണ്ട്, ഒന്ന് വരുന്നു വേണു, എൻ്റെ കൂടെ വരുന്നോ ചോദിച്ചു എന്നാണ് പറഞ്ഞത്. ഏട്ടനൊന്നും മൈൻഡ് ചെയ്തില്ല. ഏട്ടൻ എപ്പോഴും ബലം പിടിച്ചുകൊണ്ടിരിക്കുകയുള്ളൂ. ഇതിനുണ്ടെങ്കിൽ അതുകൊണ്ടൊരു കാരണമുണ്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ശ്രീരാമചന്ദ്രൻ സ്വാമിയുടെ അവതാരത്തിൻ്റെ സമയത്ത് ലക്ഷ്മണനായിരുന്നു ആര് ശേഷനാഗായിട്ടുണ്ടായിരുന്നത്. ശ്രീകൃഷ്ണൻ്റെ സമയത്ത് ഏട്ടനായിട്ടാണ് ഇത്ര ശേഷനാഗം വന്നത്. അങ്ങനെ എപ്പോൾ നോക്കിയാലും ശ്രീരാമചന്ദ്ര സ്വാമി ഇരിക്കുമ്പോൾ അനിയനായിട്ടുള്ള ലക്ഷ്മണൻ നിന്ന് വട്ടത്തിരിഞ്ഞു എന്നാണ്. അങ്ങനെ ഭഗവാൻ അങ്ങനെ ഇതാക്കിയപ്പോൾ ശേഷനാഗത്തിൻ്റെ മനസ്സിൽ ഒരു ഇത് കയറി, എപ്പോൾ നോക്കിയാലും ബഹുമാനിക്കണ്ടേ. അപ്പോൾ അടുത്ത തവണ ഞാൻ ഏട്ടനാകുകയുള്ളൂ എന്ന് തോന്നൽ തോന്നാൻ പറഞ്ഞത്. അപ്പോൾ ഭഗവാനോട് പറഞ്ഞത്രേ, നമുക്കിനി കൃഷ്ണനായിട്ട് അവതരിക്കണം, ശേഷം അങ്ങ് എന്താ വരുന്നോ ചോദിച്ചു. ഞാൻ അനിയനായിട്ട് വരില്ല, ഏട്ടനായിട്ട് വരുള്ളൂ പറഞ്ഞു. ഓ ശരി, ഏട്ടനായിക്കോളൂ പറഞ്ഞിട്ടാണ് ബലഭദ്രസ്വാമി അങ്ങനെ ശേഷനാഗത്തിൻ്റെ അവതാരമാണ്. അപ്പോൾ എന്തുണ്ടെന്നുണ്ടെങ്കിലും ഏട്ടനാണല്ലോ, ഏട്ടൻ എന്തോ ഓർമ്മിക്കാറ്, കൃഷ്ണ അങ്ങനെ ചെയ്യരുത്. അപ്പോൾ നല്ല രസത്തിൽ രുക്മിണി സ്വയംവരത്തിലെ രുക്മിണിയുടെ അടുത്ത് എന്താ പറയുക, രുക്മിണിയും കൃഷ്ണനും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കല്യാണം കഴിച്ച് വന്നപ്പോൾ കൃഷ്ണനെ പറ്റിയിട്ട് ബലരാമസ്വാമി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആർക്ക്? രുക്മിണിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. രുക്മിണിയെ ഉപദ്രവിക്കരുത്, ദേഷ്യപ്പെടരുതെന്നൊക്കെ പറഞ്ഞ ഏട്ടൻ്റെ ഉപദേശങ്ങളൊക്കെ നല്ല രസത്തിലുള്ള കഥകളൊക്കെ ആ സമയത്ത് അതൊക്കെ രുക്മിണി സ്വയംവരത്തിൻ്റെ സമയത്തൊക്കെ ഉണ്ട്. അതൊക്കെ എന്താ അറിയോ, ഇതൊക്കെ കഥയുടെ രൂപത്തിലാണെന്നുണ്ടെങ്കിലും ഋഷുക ബ്രഹ്മർഷി പരിശുദ്ധ മഹാരാജാവിനെ ഭക്തി വളർത്താനുണ്ടായിട്ട് നമ്മൾ ഈ ഭാഗവതം വായിക്കുന്നത് ഭക്തി വളർത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കഥകളൊക്കെ കൂട്ടിയിട്ട് ഇതാക്കിയിരിക്കുന്നത്. ഭഗവാന്റെ കഥകളൊക്കെ കേൾക്കുമ്പോൾ നമ്മളെന്താ പിൻഡ്രോപ്പ് സൈലൻറ്റിലാവും നമ്മളെല്ലാവരും ഇരിക്കുക ഇല്ലേ. എന്താ പറയണത്, ഭഗവാന്റെ കഥകളാണെന്നുള്ള പറയണത്. അപ്പോൾ അങ്ങനെ എന്തുണ്ടായി, ഉണ്ടാതിരുന്നു. അവിടെ ഉള്ളിൽ കയറിയപ്പോൾ ഒരു സ്റ്റൂളിരിക്കുന്നുണ്ട്. ആ അവിടെ ഇരിക്കുന്നുണ്ട്. ഉരലിൻ്റെ മുകളിൽ കയറി ഉയരത്തിലാണ് കിട്ടുന്നില്ല. അതിൻ്റെ മുകളിൽ സ്റ്റൂള് കയറ്റി വെച്ചു. അപ്പോഴേക്കും സുധാമാവ് അവിടെ നിന്ന് പറഞ്ഞു, പുറത്തുനിന്ന് പറഞ്ഞു, മറ്റുള്ള കുട്ടികളൊക്കെ പറഞ്ഞു, കൃഷ്ണ വിഴരുതിട്ട് നോക്കണേ, ഈ ഉറിയുണ്ടല്ലോ, ഉറിയുടെ മുകളിലാണ് കെട്ടി തൂക്കിയിരിക്കണത്. അവിടുന്ന് കണ്ണൻ എന്ത് ചെയ്തു, ആ ഉരലിൻ്റെ മുകളിൽ പീഠം കയറ്റി വെച്ചു. പീഠം കയറ്റിയപ്പോൾ എന്നിട്ട് ആ ഉരൽ തൂങ്ങിയപ്പോൾ പീഠം കീഴ്പ്പെട്ട് വീണപ്പോൾ എന്തുണ്ടായി വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും അവിടെ നിൽക്കുന്നുണ്ട്. താഴ്ചയ്ക്ക് നല്ല വിടും ചെയ്യും. ആ സമയത്ത് ഭഗവാൻ ഒരു മുണ്ടെടുത്തിട്ടുണ്ടാകുന്നു, അതും കീഴ്പ്പെട്ട് വീണു അതിൻ്റെ ഉള്ളിൽ നിന്ന്. അങ്ങനെ തൂങ്ങിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഭഗവാൻ. മറ്റുള്ളവരൊക്കെ പോയോടുത്ത് എന്താ പറയുക, പുല്ല് മുളച്ചിട്ടില്ല. സുധാമാവൊക്കെ ഓടിപ്പോയത്തേലും യശോദ വന്ന അടി കിട്ടുന്നുള്ളത് ഉറപ്പായി. യശോദ വന്നപ്പോൾ കൃഷ്ണനോട് ചോദിച്ചു, ബലരാമനോട് ചോദിച്ചു,
എവിടെ കണ്ണൻ എവിടെ ബലരാമ ചോദിച്ചപ്പോൾ പറഞ്ഞു കണ്ണോട്ട് കാണിച്ചതാ അങ്ങോട്ട് പോയിട്ടുണ്ട് കേട്ടോ പറഞ്ഞു. ഓ ശരി. അമ്മയ്ക്ക് ആകെ വിഷമായി. അതായത് ചെന്ന് നോക്കിയപ്പോൾ എന്താ ആ ഭഗവാൻ അങ്ങനെ തൂങ്ങി നിൽക്കുകയാണ്, ഒന്നുകൂടാണ്ട് ഇങ്ങനെ ആ ഉരുട മുകളിൽ തൂങ്ങി പിടിച്ച് കരഞ്ഞ കണ്ണുകൂടെ തന്നെ വെള്ളം കിടക്കിടാന്ന് വന്നിട്ട് ഇതാക്കി. എന്നിട്ട് വേഗം അമ്മയ്ക്ക് ഇത് കണ്ടപ്പോൾ ഭഗവാനെ കണ്ടപ്പോൾ ചിരി വന്നു എന്നാ പറഞ്ഞത്. ആർക്ക്? യശോദമ്മയ്ക്ക് ചിരി വന്നു എന്നാ പറഞ്ഞത്. വേഗം പോയിട്ട് കുട്ടിയെ അങ്ങോട്ട് തൂക്കി അങ്ങോട്ട് എടുത്ത് താഴ്ത്തേക്ക് അങ്ങോട്ട് വെച്ചപ്പോൾ അങ്ങോട്ട് തുടങ്ങി അങ്ങോട്ട് കരയാൻ തുടങ്ങി. എൻ്റെ അമ്മേന്ന് പറഞ്ഞിട്ടാണ് കളിക്കുക, എന്നെ അടിക്കല്ലേ എന്ന് പറഞ്ഞിട്ടാണ്ട് കരയാൻ തുടങ്ങി എന്നാ പറഞ്ഞത്. അപ്പോ ഇതിൽ പറയുന്നുണ്ട്, എഴുത്തച്ഛൻ പറയുന്നുണ്ട്, എന്തൻ മകനെ നിനക്ക് ഓരോന്നിങ്ങനെ തോന്നിയിടുവാൻ അന്തരാമി നിരൂപിച്ചത് എന്തും മാനസേ ചോദിക്കുകയാണ്. അമ്മ ചോദിക്കുകയാണ്, എന്താ കുട്ടി നിനക്കിങ്ങനെ തോന്നാനുള്ള കാരണം എന്താ, അങ്ങനെ കക്കാനുള്ള കാരണം എന്താ? അപ്പൊ പറയാണ്, അമ്മേ ഭവതി കുളിപ്പതിനായുടൻ ചെമ്മേ വിരവോട് പോയ അളവിങ്ങു പോൽ നിങ്ങ് പാൽവെണ്ണ സൂക്ഷിച്ചു വെച്ചിതോ കേവലം അറിയണമെന്നോർത്ത് ഞാൻ അകമ്പുക്കാന്ന് പറയുന്നത്. ഞാൻ അമ്മ കുളിക്കാൻ പോയപ്പോൾ പാലൊക്കെ അവിടെ ശരിക്കും ഇരിക്കുന്നെങ്കിൽ ഒരു പൂച്ച അതിയെ പോണ് കണ്ടു എന്നാ പറഞ്ഞത്. ഒരു പൂച്ച അതിൽ പോണത് കണ്ടു, അതിട്ട് നോക്കാൻ വേണ്ടി ഞാൻ പിന്നാലെ പോയതാണ്. കള്ളപ്പൂച്ചയാണ് അവനെ കണ്ടില്ല. അച്ഛൻ തന്നെ പറഞ്ഞില്ലേ അമ്മേ കണ്ണൻ നല്ല കുട്ടിയാണ് എന്ന് പറഞ്ഞില്ലേ, പിന്നെ എന്തിനാ അമ്മ എന്നെ ഇങ്ങനെ സംശയിക്കണത് എന്നായി ആര്? കണ്ണൻ. നോക്കൂ, എന്നിട്ട് കണ്ണൊക്കെ നല്ല വെളിച്ചാകുമ്പോൾ അമ്മ കുളിപ്പിച്ച് ആ എന്താ പറയുക കൺമഷൊക്കെ എഴുതി വലിയ ഇതൊക്കെ നിന്നിട്ട് പാലൊക്കെ വെച്ച് അതൊക്കെ ഇങ്ങോട്ട് കരഞ്ഞ് കൈകൊണ്ടൊക്കെ ആക്കിയിട്ടുള്ള ആ രൂപത്തിൽ ഭഗവാൻ അവിടെ നിന്നു എന്നാ പറഞ്ഞത്. ഇത് കണ്ട നേരെ അമ്മ കെട്ടിയാണ്ട് പിടിച്ചിട്ട് കുട്ടിയെടുത്ത് കൊണ്ടുവന്നു എന്നാ പറഞ്ഞത്. എന്നിട്ട് പുറത്ത് വന്നിട്ട് കൈ നിറയെ വെണ്ണയായിട്ട് ഒഴിച്ചു കൊടുത്തു എന്നാ പറഞ്ഞത്. ആദ്യം ഒരു വലത്തെ കയ്യിൽ വെണ്ണ കയ്യിൽ വെച്ച് കൊടുത്തു. അത് ആദ്യം കയ്യിലെടുത്തിട്ട് അത് വായിലിട്ടു എന്നാ പറഞ്ഞത്. വായിലിട്ടിട്ട് പിന്നെയും കയ്യിൽ കിട്ടിയപ്പോൾ രണ്ടാമതും കൊടുത്തു. അപ്പം പറയാണ് അങ്ങനെ വയറ് നിറയെ കഴിച്ചു. അപ്പം ഇടത്തെ കൈ വെറുതെ നിൽക്കുകയാണ് പറഞ്ഞപ്പോൾ ഇടത്തെ കയ്യിൽ കൊടുത്തു. ഇതൊക്കെ ഭാഗവതത്തിൽ വർണ്ണിക്കുന്നുണ്ട്. ഈ കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ ഭഗവാൻ ശ്രീശുഖപരമഹർഷി പറഞ്ഞു കൊടുക്കണം. രണ്ട് കയ്യിലും വയറ് നിറച്ചങ്ങോട്ട് കഴിച്ചു എന്നാണ് പറയുന്നത്. അപ്പം അമ്മേ ഏട്ടൻ വെറുതെ ഇരിക്കുക, ഏട്ടന് കുറച്ച് കൊടുക്കൂ എന്നായി. യശോദ പോയിട്ട് ഏട്ടന് വയറ് നിറച്ച് കൊടുത്തു. അങ്ങനെയാണ്, അത്ര സ്നേഹമാണ് ഏട്ടനും അനിയനും, ഭയങ്കര സ്നേഹമാണ്. എന്നിട്ട് പതുക്കെ പിച്ച വെച്ചിട്ട് സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് അമ്മ ഏട്ടന് കൊടുക്കുന്ന സമയത്ത് കൊണ്ടുപോയപ്പോൾ കാക്കയ്ക്ക് കുറച്ച് കൊടുത്തു. ഇതൊക്കെ കഴിഞ്ഞ് കുറച്ച് പൂച്ചയ്ക്കും കൊടുത്തു. എന്നിട്ട് പറഞ്ഞ് തിരിച്ചു വന്നിട്ട് പറയുകയാണ്, എന്താ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അമ്മേ എനിക്ക് കുറച്ച് പാല് വേണം, വയറ് നിറച്ച് വെണ്ണ ഇങ്ങനെ കഴിച്ച കുട്ടി പറയാണ്, കണ്ണൻ പറയാണ് എനിക്ക് കുറച്ച് ഇത് വേണം ചൂടുള്ള പാല് വേണമെന്ന് പറഞ്ഞു. എന്തിനാ കുട്ടി ചൂടുള്ള പാല്? തീയല്ല തന്നെ വയറ് ഇതാക്കില്ലേ? അമ്മയെ തൊണ്ടയിൽ വെണ്ണ കുടുങ്ങി എന്നാണ് തോന്നുന്നത്. ആ കുടുങ്ങിയ കാരണം കൊണ്ട് എനിക്ക് കുറച്ച് കൂടിയും വേണം, വെള്ളം കൂടി എന്താ പറയുക ചൂടുവെള്ളം തന്നെങ്കിൽ അത് തൊണ്ടയിൽ നിന്ന് ഉരുകി പോവും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഭാവങ്ങളൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ ഇത് പറയുന്നുണ്ട്. എന്താ പറയുക, ഈ അധ്യായങ്ങളാണ്. അതായത് ഉലൂഖലബന്ധനത്തിൻ്റെ മുമ്പത്തെ ഒരു കഥയാണത്. അതും ആ അമ്മ പിടിച്ച് കെട്ടണ രീതിയിലുള്ള കഥകളൊക്കെ ആ 9ാമത്തെ സ്കന്ധത്തിൽ പറയുന്നുണ്ട്. ആ അമ്മ എങ്ങനെയാണ് ഒരു ദിവസം എൻ്റെ ഉലൂഖലബന്ധനത്തിൽ എന്താ ഉണ്ടായെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 9ാമത്തെ അധ്യായത്തിൽ 3ാമത്തെ ശ്ലോകം ആ യശോദമ്മ എങ്ങനെയാണ് തൈര് കടയുന്നത് എന്നുള്ളത് പറഞ്ഞ് ശ്രീശുഖബ്രഹ്മർഷി വർണ്ണിക്കുകയാണ്. ശ്രീശുഖബ്രഹ്മർഷിക്ക് വർണ്ണിച്ചാലും മതിയാവില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ക്ഷൗമം വാസ മൃദുകടിതടേ വിഭ്രതി സൂത്രനദ്ദം പുത്രസ്നേഹസ്തുതകുജയുഗം ജാതകമ്പം ച സുഭ്രു രജ്വാകർഷശ്രമ ഭുജജഗത്കങ്കണോ കുണ്ടലേ ച സുന്നം വക്രം കബരവികളൻ മഹദീ നിർമ്മമന്ദ. ആ തടിച്ച ശരീരമാണ് യശോദമ്മ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നല്ല തടിച്ച ശരീരം എന്നാ പറഞ്ഞത്.
അതാണ്. എന്നിട്ട് എന്താ വെളിച്ചാൻ വരുന്നിട്ട് പണ്ടത്തെ കാലത്ത് ഇങ്ങനെ ഈ ഒലിച്ചില്ലേ ഉരലിട്ടിട്ട് ഇങ്ങനെ ആക്കില്ലേ, അതേമാതിരി ഇട്ടിട്ട് ഇങ്ങനെ കടഞ്ഞ് ആ പറയുമ്പോൾ എടുത്ത് പാട്ടും നാമങ്ങളും ചെല്ലുന്ന പറയുന്നത് ഭഗവാൻ കൃഷ്ണ രാമ വാസുദേവ ചെന്ന് പാട്ടും പാടിക്കൊണ്ടാകത്ത് ചെയ്യുക. ആ സമയത്താവും ആര് ഭഗവാൻ നീറ്റും കൊണ്ട് വരിക വിളിച്ചാകുമ്പോൾ. അവരൊക്കെ വിളിച്ചാകുമ്പോൾ 5 മണിക്ക് നേരത്തൊക്കെ നീട്ടിട്ട് തൈര് വെളിച്ചാകുമ്പോൾ നേരത്തെ തൈര് കളഞ്ഞിട്ടുണ്ടെങ്കിൽ പാലുകൾ കൂടുതൽ കിട്ടത്രേ. അങ്ങനെയാണത്രേ. അപ്പോൾ വന്നിട്ട് പറയാണ് മകൻ കണ്ണനോട് നീറ്റും കൊണ്ടുവരികയാണ്. നീറ്റും കൊണ്ടുവന്നിട്ട് പറയാണ് താം സ്തന്യകാമ, പാല് കുടിക്കണം എന്നുള്ളത് ആഗ്രഹിച്ചും കൊണ്ട് താം സ്തന്യകാമാസാദ്യ മധ്നന്തിം ജനനീം ഹരിം ഗൃഹീത്വാദിമന്താനാം നിഷേധത് പ്രീതിമാവഹൻ. ശ്രീശുഖ ബ്രഹ്മശ്രീയാണ് ഹേ പരീക്ഷത്തെ ആ അമ്മയുടെ മടിയിലാണ് കയറിയിരിക്കും എന്നാണ് പറയണത്. എന്നിട്ട് അമ്മയോട് പറയും അമ്മ എനിക്കിപ്പോൾ പാല് കുടിക്കണം, സ്തന്യം കുടിക്കണം എന്ന് പറയും. അങ്ങനെ എന്നിട്ട് പാല് കൊടുക്കുകയാണത്രേ. അതാണ് എങ്ങനെയാണ് തം അംഗമാരൂഢം അപായയതിസ്തനം സ്നേഹസ്മൃതം സസ്മിത ഈക്ഷതി മുഖം അതൃപ്തമുത്സൃജ്യ ജവനേ സായയാ വിസൃജ്യമാനേ വയസ്സി ത്വതിശ്രിതേ. ആ സമയത്ത് എന്തുണ്ടായിട്ടുണ്ടെങ്കിൽ ആ പാല് കുടിക്കണ സമയത്ത് എന്തുണ്ടായി, പാലൊക്കെയാണ് പൊങ്ങിപ്പോയി എന്നാണ് പറഞ്ഞത്. അപ്പോൾ കുട്ടിയെ നിലത്തങ്ങോട്ട് വെച്ചു എന്നാണ് പറഞ്ഞത്. നിലത്ത് വെച്ചിട്ട് പാലിൻ്റെ പിന്നാലെ അങ്ങോട്ട് ഓടിപ്പോയി എന്ന് പറയാണ്. അപ്പോൾ ദേഷ്യം വന്നിട്ട് സംജാതകോപ, ഭഗവാനാണ് ദേഷ്യം വന്നു. സ്ഫുരിതാരുണാധരം, ദേഷ്യം വന്നിട്ട് ചുണ്ടൊക്കെയായിട്ട് കൂട്ടിപ്പിടിച്ച് അങ്ങോട്ട് കരയാനൊക്കെയായിട്ട് തുടങ്ങി. ദേഷ്യം വന്ന് സദൃശ്യദീർദതിമന്ദവാദനം, ആ തൈരും കാടെടുത്തിട്ട് എന്താണ്ടായി ഒറ്റ അടിയാണ് കൊടുത്തു എന്നാണ് പറഞ്ഞത്. അമ്മ വിട്ടു പോയപ്പോൾ അമ്മ തൈര് കടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ കുട്ടിയെ നിലത്ത് വെച്ച് പാല് കൊടുക്കുന്നത് ബ്രേക്ക് ചെയ്തപ്പോൾ അങ്ങനെയാണ് ദേഷ്യം എന്നിട്ട് കൊടുത്തു എന്നാണ് പറയണത്. എന്നിട്ട് ആ കല്ലുകൊണ്ട് അങ്ങോട്ട് ഇതാക്കി കഴിഞ്ഞിട്ട് വെണ്ണാണ്ട് ഉള്ളിൽ പോയിട്ട് തലേദിവസം വെണ്ണൊക്കെ എടുത്ത് വെച്ചിട്ടായിരുന്നു, അതൊക്കെ അങ്ങോട്ട് തിന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ കല മുടച്ചത് കണ്ടിട്ട് ദേഷ്യം വന്നിട്ടുള്ള ആ യശോദ വന്നിട്ട് പറയാണ് ഉത്താര്യ ഗോപി സുസൃജം പയ്യപ്പുന പ്രവിശ്യ സന്ദൃശ്യ ജദ്യമത്രകം ഭഗ്നം വിലോക്യ സുസുരസ്യ കർമ്മതു ജഹാസ. നോക്കൂ, ആരാ നമ്മളൊക്കെ എങ്ങനെയാണ് എന്തെങ്കിലുമൊക്കെ സ്ഥാനം മക്കളൊക്കെ മുടച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇല്ലാത്ത ചീത്ത മുഴുക്ക പറയില്ലേ. ഇതൊക്കെ അങ്ങോട്ട് തൻ്റെ മകൻ കല മുടച്ചത് കണ്ടിട്ട് ജഹാസ പറഞ്ഞ ചിരിച്ചു എന്നാ പറഞ്ഞത്. ആരൊക്കെ? യശോദയ്ക്ക് ചിരി വന്നു എന്നാ. ജഹാസ തം ചാപി അത്ര പശ്യതി, ഹേ പരീക്ഷിത് മഹാരാജാവേ ചിരിക്കുകയാണ് ഉണ്ടായത്. ആര്? യശോദ ചിരിച്ചും കൊണ്ടിരുന്നു എന്നാ പറയണത്. എന്നിട്ട് നോക്കിയാണ് കണ്ണനെ തപ്പിപ്പോവുക അത്ര ഉണ്ടായിരുന്നത്. എവിടേക്കാ പോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് തപ്പിപ്പോണ സമയത്ത് ഉലൂഖലാംഘ്രേരുപരിവസ്ഥിതം, എവിടെ കയറിയിരിക്കണത് അറിയോ? എവിടെയല്ല, അസലായിട്ട് ഒരലിൻ്റെ മുകളിൽ, ഉലൂഖലം പറഞ്ഞ ഒരലിൻ്റെ മുകളിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. എങ്ങനെ കാലിൻ്റെ മുകളിൽ കാല് കെട്ടിയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണോ? അല്ല, ഇതായിട്ടിരിക്കുകയാണ്. ആരൊക്കെയാണ്? മർക്കായ കാമം ദദം ശിജിസ്ഥിതം. നോക്കൂ, ആ ഭഗവാൻ ആ ഉരലിൻ്റെ മുകളിൽ കാലിൻ്റെ മുകളിൽ കാല് കയറ്റി വെച്ചിട്ട് ആ കർഞ്ഞനെയും പൂച്ചയും കാക്കയിലൊക്കെയാണ് ഓരോ എന്താണ് ഹയ്യങ്കവം പറഞ്ഞ ആ നവനീതം കൊടുക്കുകയാണ്, ഹയ്യങ്കവം കൊടുക്കുകയാണ്. എന്താണ് ഹയ്യങ്കവം ചൗര്യ വിശങ്കിതേക്ഷണം, അത് കൊടുക്കുക. ഒരു വഴിക്കൂടെ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുക. മറ്റൊന്നിന് അമ്മ വരുന്നുണ്ടോ എന്നുള്ളത് ഇങ്ങോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ട് നിൽക്കാതെ അമ്മ വരുന്നുണ്ടെങ്കിൽ ഓടാൻ വേണ്ടിയിട്ട് റെഡിയായിട്ട് നിൽക്കുകയാണ് കാലിൻ്റെ മുകളിൽ. ഭഗവാന്റെ ആ രൂപം നോക്കൂ. അവിടുന്ന് അമ്മ ചീത്ത പറയുക. അമ്മ എന്തായാലും അമ്മ തിരിച്ച് വന്നിട്ടുണ്ടെങ്കിൽ കല ഉടച്ച് കണ്ടിട്ടുണ്ടെങ്കിൽ ചീത്ത പറയും, നല്ല ഉറപ്പുണ്ട്. അപ്പം നേരെ വന്നിട്ട് ആ ഉരലിൻ്റെ മുകളിൽ കാലിൻ്റെ മുകളിൽ കാലേറ്റി വെച്ചിട്ട് കുരഞ്ഞനും പക്ഷികൾക്കൊക്കെ ഇങ്ങനെ ആ തലേ ദിവസത്തെ അയ്യങ്കാവ് എടുത്തിട്ട് ഇങ്ങനെ എറിഞ്ഞു കൊടുക്കുകയാണ്. അത്ര ആ എറിഞ്ഞു കൊടുക്കുന്ന സമയത്ത് കണ്ടുകൊണ്ട് എന്താ പറയാണ്, അമ്മ വരുന്നുണ്ടോ എന്നുള്ളത്. അതാണ് സുതമാകമച്ചനൈ, അങ്ങ് വരുന്നുണ്ടോ നോക്കിയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണെന്നാണ് പറയുന്നത്. അപ്പോൾ അമ്മ വരണ കെട്ടു എന്നാണ് പറയുന്നത്. കാണാത്ത മാതിരി ഇരുന്നു അത്രേ. അതാണ് താം ആത്തയഷ്ടിം. യഷ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വടി. അമ്മ ഒരു വടി കയ്യിൽ പിടിച്ചിട്ടാണ് വരണത്. അതാണ് താം ആത്തയഷ്ടിം പ്രസമീക്ഷ സത്വരസ്തവോവരുഹ്യാപസസാര ഭീതവത് ഗോപ്യന്വധാവന്നയമാപയോഗിനാം ക്ഷമം പ്രവേഷ്ടും തപസേരിതം മന. അങ്ങനെ ആ അമ്മ വന്നപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചാടിയിറങ്ങിയൊരു ഓട്ടാണ് ഓടിയെന്നാണ് പറഞ്ഞത്. ഓടിയിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മ ചീത്ത പറയില്ല എന്നൊക്കെ പറയുന്നുണ്ട്, എന്നൊന്നും കേൾക്കണില്ല എന്നൊക്കെ. എന്നാ ആ വിശ്വാസം ഭഗവാന് നല്ലുണ്ട്, എന്നാലും വേണ്ടി സാരില്ല. അമ്മയ്ക്കറിയാം, എന്നാലും അമ്മയൊന്ന് പരീക്ഷിക്കണം എന്നായിരിക്കും ഭഗവാൻ എന്നാ പറയുന്നത്.
എന്നിട്ട് ശ്രീശുഖബ്രഹ്മർഷിവരാണെങ്കിൽ ആ സ്ത്രീ ഓടുന്ന രീതി നോക്കൂ, കണ്ണൻ മുമ്പിലോടാണ്. ഈ തടിച്ച സ്ത്രീ നല്ല തടിയുണ്ട്, എന്താ അങ്ങോട്ട് ഓടാണ്. അന്വഞ്ചമാനാ ജനനീ ബൃഹച്ഛല ശ്രോണീപരാക്രാന്ത ഗതി സുമധ്യമ ജവേന വിശ്രംസിത കേശബന്ധനാച്യുത പ്രസൂനാനുഗതി പരാമൃശത്. ആ സ്ത്രീ എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ തടിച്ച ശരീരം, ഓടി ഓടി ക്ഷീണിച്ചു, അഴിഞ്ഞ മുടി ഓടിയിട്ട് കണ്ണൻ്റെ പിന്നാലെ ഓടിയിട്ട് തടിച്ച ശരീരം, അഴിഞ്ഞ മുടി, വിയർത്തു കുളിച്ച യശോദയെ കണ്ടിട്ട് കണ്ണൻ അങ്ങനെ പിടിക്കാൻ സമ്മതിച്ചു കൊടുത്തു എന്നാ പറയുന്നത്. അതാണ് അച്യുത പ്രസൂനാനു അനുഗതി പരാമൃശത് പരാമ്യശത് പറയാണ്, കൊടുത്തു എന്നാ പറയണത്. ആ സമയത്ത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത ശ്ലോകത്തിൽ പറയാണ്, ആ കണ്ണ് കലക്കിയിട്ട് ഭഗവാന്റെ ഒരു ദിപ്പുണ്ട് ഇത്രേ. ഹേ പരീക്ഷിത്തേ പറയാണെന്താണ്? കൃതാകസന്തം പ്രരുദന്തമക്ഷിണി കഷന്തമഞ്ജന്മഷിണി സ്വപാണിന ഉദ്ദീക്ഷമാണം ഭയവിഹ്വലേക്ഷണം ഹസ്തേ ഗൃഹീത്വാ വിഷയന്ത്യവാകുരത് പറയാണ്. ആ കള്ളക്കരച്ചിലിങ്ങനെ കൊണ്ട്, കള്ളക്കരഞ്ഞും കൊണ്ട് ആ കണ്ണിലെ മഷിയൊക്കെ മുഖത്തിങ്ങനെ തേച്ച് അവിടെയും പടിയൊക്കെ തേച്ച് ആ പേടി അഭിനയിച്ചും കൊണ്ട് ആ കണ്ണൻ്റെ രണ്ട് കൈയും യശോദയെ അങ്ങോട്ട് കൂട്ടി അങ്ങോട്ട് പിടിച്ചു എന്നാണ് പറയുന്നത്. കൂട്ടി പിടിച്ചിട്ട് ദേഷ്യപ്പെട്ടിട്ട് പഠിക്കും എന്നുള്ളത് എനിക്കൊക്കെ ആ ദേഷ്യപ്പെടുക എന്ന് പറയുന്നത് എങ്ങനെ പറഞ്ഞപ്പോൾ ആ എഷ്ടി എന്ന് പറഞ്ഞാൽ കയറെടുത്തിട്ട് ത്യക്വായഷ്ടിം സുതം വീതം വിജ്ഞാനാർഭഗവത്സലാവ് യേശകില തം ബദ്ധും ദാംനാദീജഗോവിത കയറ് കെട്ടാനാണ് ഒരുങ്ങി എന്നാണ് പറയുന്നത്. അതായത് പറയാണ്, എന്നിട്ട് എന്ന് ശ്രീശുഖബ്രഹ്മർഷി പറയാണ്, ഹേ പരീക്ഷിത്തേ, ആ ഒരു ശ്ലോകം വളരെ അർത്ഥവത്തായിട്ടുള്ള ശ്ലോകമാണ്. നച അന്തർന ബഹിർയസ്യ ന പൂർവം നാഭിജാപരം പൂർവാപരം ബഹിശ്ചാന്തർജഗതോയ ജഗച്ഛയ തം മത്വാൽപജമവ്യക്തം അർത്തലിംഗമദോക്ഷജം ഗോപികോ ഉലൂഖലേ ധാംനാ ബബന്ധ പ്രാകൃതം യഥാ. പറയാണ്, ഹേ പരീക്ഷിത്ത് മഹാരാജാവേ, ആ യശോദയ്ക്ക് അറിയില്ല ആരാണ് നിൽക്കുന്നത് എന്നുള്ളത്. അകത്തും പുറത്തും മുൻപ്, അതാണ് ന ച അന്തർ ന ബഹിർ യസ്യ ന പൂർവം ന അഭിചാപരം എന്നുണ്ടെങ്കിൽ അകത്തും പുറത്തും ആ മുൻപും പിമ്പും മുൻകാലവും പിൻകാലവും എന്നിവ ഇല്ലാത്തവനായിട്ടുള്ള ഭഗവാന്റെ രൂപം അവിടെ പറഞ്ഞു കൊടുക്കുകയാണ്. ഹേ പരീക്ഷിത് മഹാരാജാവേ, ഭഗവാൻ അകവുമില്ല, അകത്തുമില്ല, പുറത്തുമില്ല, മുൻപുമില്ല, പിന്നിലുമില്ല, മുൻകാലുമില്ല, പിൻകാലും ഇല്ലാത്ത ആ ഭഗവാൻ അങ്ങനെ വേഷം കെട്ടിട്ടാണ് നിൽക്കുകയാണ് എന്നാ പറയണത്. പറയാണ്, അതാണ് പൂർവാപരം ബഹിർ. അതിനെന്താണ്? അങ്ങനെ അവ്യക്തനായിട്ടുള്ള ആ മനുഷ്യവേഷം കെട്ടിയിട്ടുള്ള ആ കണ്ണനെ യശോദ ഒരു വിധത്തില് കയറുകൊണ്ട് അങ്ങോട്ട് ബന്ധിച്ചു എന്നാ പറഞ്ഞത്. അമ്മ ക്ഷീണിച്ച് വെച്ചപ്പോൾ സങ്കടമായിട്ട് വന്നപ്പോൾ ബന്ധിച്ചു വെച്ചു. അങ്ങനെ വെട്ടുമ്പോൾ എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഓടുമ്പോൾ ഇങ്ങനെ എപ്പോൾ കയറെടുത്ത് കൊണ്ടുവന്നപ്പോൾ ഈ 2 അങ്കുരം വെച്ചുകൊണ്ട് പിന്നെയും കയറെടുത്ത് കൊണ്ടാണ് കയറുകൾ ഇങ്ങനെ കൂട്ടി കൊണ്ടുവന്നപ്പോൾ എന്തുണ്ടായിട്ടുണ്ടെങ്കിൽ ആ കെട്ടാൻ പറ്റണില്ല. അവസാനം ഭഗവാൻ അവിടുന്ന് ആകെ വിഷമായി എന്നാണ് പറഞ്ഞത്. അതാണ് സ്വമാതു സിൻവഗാത്രായ വിസ്രസ്തക്കപരശ്രജ. അയ്യോ, ആ അമ്മയുടെ രൂപം പറയുകയാണ് ഭഗവാൻ. യശോദയങ്ങളുടെ വിയർത്ത് കുളിച്ച് ആ എന്താ പറയുക മുടിയൊക്കെ അഴിഞ്ഞ് ആകെ ക്ഷീണിച്ച് ഇത് കണ്ടപ്പോൾ ദൃഷ്ട്വ പരിശ്രമം കൃഷ്ണ കൃപയ ആസീത് സ്വബന്ധനേ. ഭഗവാൻ അവിടെ നിന്നുകൊടുത്തു. അങ്ങനെ ആ ഭഗവാൻ അവിടെ നിന്നുകൊടുത്തിട്ട് കെട്ടിക്കോളൂ അമ്മേ എന്ന് പറഞ്ഞിട്ട് ആരെ ഇന്നേ വരെ ഭഗവാനെ കെട്ടാൻ ഒരാൾക്ക് സാധിച്ചിട്ടില്ല. പരീക്ഷിച്ച് മഹാരാജാവ് ഇത് പറയാണ്. അങ്ങനെ പിന്നെ പറയാണ്, ഏവം സന്ദർശിത ഹരിണാവൃത്യവശ്യത സ്വവശേനാവി കൃഷ്ണേന യസ്യേനം സ്വേശ്വരം വശേ. അങ്ങനെ വന്നിട്ട് ആ ഭഗവാനെ കെട്ടാൻ സമ്മതിച്ചപ്പോൾ യശോദയ്ക്ക് സമാധാനമായി. കെട്ടിയിട്ട് യശോദ വേറെ വഴിക്ക് പോയപ്പോൾ ഭഗവാൻ എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരെണ്ണം വലിച്ചും കൊണ്ട് അങ്ങോട്ട് മുന്നാക്കം പോയിട്ട് 2 മരങ്ങൾ അവിടെ നിന്നിട്ടുണ്ടായിരുന്നു. ആ മരങ്ങളാണ് നളകൂപര മണിഗ്രവന്മാരുമായിട്ടുള്ള 2 മരങ്ങൾ അവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അവരെ ഭഗവാൻ അവരെന്നെ അനുഗ്രഹിച്ചു. അവർക്ക് നളകൂപര മണിഗ്രവന്മാരുടെ പ്രാർത്ഥനയും അവരുടെ സ്തുതികളൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഭഗവാൻ വത്സനും ബകാസുരനൊക്കെ ഉണ്ട് വധിച്ചു. ഉൽഖലബന്ധനം കഥ കഴിഞ്ഞതിന് ശേഷം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി അതുമാതിരി കുറേ
ഇതുണ്ട് കേട്ടോ. അതിലുണ്ടെങ്കിൽ ഭഗവാൻ മണ്ണ് തിന്നണ കഥയൊക്കെ ഉണ്ട്. അത് തന്നെ നല്ല രീതിയിലൊക്കെ ഓരോരുത്തരെ ഓരോ കവികൾ ഭഗവാനെ പറ്റിയിട്ട് വർണ്ണിച്ചിട്ടുണ്ട് കേട്ടോ. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മണ്ണു തിന്നോ മണ്ണു തിന്നോ മണ്ണു തിന്നോ കണ്ണാന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ പാട്ടുകളൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ വളരെ വളരെ ഗംഭീരമായിട്ടുള്ളതാണ്. പിന്നെ ഉലൂകലബന്ധനം കഴിഞ്ഞു ആ പാട്ടുകളൊന്നും ഇപ്പോൾ പാടാൻ നോക്കി സമീരത്തെ കാരണം കൊണ്ട് പാടണമെന്നൊക്കെ വിചാരിച്ചത് അതൊന്നും എത്തണില്ല. അതുമാതിരി ഭഗവാൻ അങ്ങനെ ഭഗവാനെ പാല് കുടിക്കണതും കുറേ ഭഗവാനെ പറ്റിയിട്ട് വർണ്ണിച്ചാലും തീരില്ല. അങ്ങനെ വത്സാസുരനെ ഭഗവാൻ വധിക്കുകയുണ്ടായി. ഇതൊക്കെ കഴിഞ്ഞു എന്ന് പറയും. 12 അധ്യായം കഴിഞ്ഞില്ലേ? വായന എത്രത്തോളമായി? 20 അപ്പോൾ അതിനുശേഷം അകാസുരനെ വധിച്ചു. അകാസുരൻ്റെ കഥകളൊക്കെ ഉണ്ട്. അങ്ങനെ ബ്രഹ്മാവിനെ ഭഗവാൻ അനുഗ്രഹിക്കുകയൊക്കെയാണ്. പിന്നെ വൃന്ദാവന വർണ്ണനൊക്കെ ദേവകാസുരനെ വധിച്ചു. കാളിയമർദ്ദനൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. നിങ്ങളുടെ വായനൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. എന്തായാലും ഇന്നിപ്പോൾ നിർത്തുക. ബാക്കി നമുക്ക് പിന്നെ നോക്കാം. എന്തായാലും സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.